യേശുക്രിസ്തു മനുഷ്യനായി ജനിച്ചു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വൈക ദൈവത്തിലെ വചനമാകുന്ന പുത്രൻ തമ്പുരാൻ മനുഷ്യനായി ജനിച്ചു. ഇതാണ് ക്രിസ്തു വിജ്ഞാനീയം എന്ന് പറയുന്ന വിഷയം കിടക്കുന്നത്. നമ്മൾ ഈ വിഷയം ധ്യാനിക്കുമ്പോൾ, പഠിക്കുമ്പോൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണ ദേവ്യാസന്മാർ, പണ്ഡിതരായ ആളുകൾ പറയും, രക്ഷയുടെ കണ്ണിലൂടെ, രക്ഷാശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നോക്കിയാൽ മാത്രമേ നമുക്ക് ക്രിസ്തു വിജ്ഞാനീയം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് യേശു ക്രിസ്തു ആരാണ്, യേശു ക്രിസ്തു എങ്ങനെയാണ് രക്ഷിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ആ രക്ഷാശാസ്ത്രത്തിന്റെ ആ കണ്ണിലൂടെ നോക്കുവാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സംശയങ്ങളെല്ലാം, ക്രിസ്തു വിജ്ഞാനീയത്തിന്റെ സംശയങ്ങളെല്ലാം തന്നെ മാറിപ്പോകാൻ കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ദൈവം മനുഷ്യനെ രക്ഷിക്കുന്നത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോഴാണ് യേശു ക്രിസ്തു മനുഷ്യനായി, യേശു ക്രിസ്തു ആരാണ്, യേശു ക്രിസ്തുവിൽ മനുഷ്യനുണ്ടോ, യേശു ക്രിസ്തുവിൽ ദൈവമുണ്ടോ, അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് എല്ലാം ഉത്തരം കിട്ടുക അപ്രകാരമാണ്. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി എന്താണ് ഈ രക്ഷാശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ കാണുക എന്ന് പറയുന്ന അർത്ഥം? അതിപ്രകാരമാണ്, മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്നത്. അപ്പോൾ യേശുക്രിസ്തു എന്തിനു വന്നു ഭൂമിയിലേക്ക്, ദൈവം എന്തിനു മനുഷ്യനായി, മനുഷ്യാവതാരം സ്വീകരിച്ചു എന്നൊരു ഉത്തരമാണ് ഈ പറഞ്ഞത്. മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്നത്. ദൈവം എന്തിനെ മനുഷ്യനായി അവതരിക്കണം? ഇതാണ് ഒരു ചോദ്യം. മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യനായി അവതരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതാണ് നമ്മൾ ആദ്യം അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് രക്ഷയുടെ കണ്ണിലൂടെ നോക്കാൻ പറയുന്നതിന്റെ കാര്യം? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചത് അതിന്റെ പൂർണ്ണതയിലാണ്, അപൂർണതയിലല്ല. പക്ഷെ ഇന്നുള്ള മനുഷ്യന്റെ അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അപൂർണതയിലാണ്. ഈ ഒരു വസ്തുത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ ദൈവം ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചതായി നമ്മൾ ബൈബിൾ വായിക്കുന്ന സംഭവം എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവം മനുഷ്യനെ പൂർണ്ണതയിൽ സൃഷ്ടിച്ചു എന്നതാണ്. അപ്പൊ ഇന്നുള്ള മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച, ദൈവം വിഭാവനം ചെയ്ത മനുഷ്യനിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? അതുണ്ട്. ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, ദൈവം ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ അമർത്യനാണ്. ഭൂമിയിൽ ഇപ്പോഴുള്ള മനുഷ്യൻ നശ്വരമാണ്, മർത്യനാണ്, മരണമുള്ളവനാണ്. ഇതാണ് പ്രധാന വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ ഈക്വലാണ്, ആദവും ഈക്വലാണ്. ഇന്നുള്ള മനുഷ്യൻ ഈക്വൽ അല്ല, ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലാണ്. ഒരാൾക്ക് തുല്യമല്ല മറ്റൊരു വ്യക്തി. അപ്രകാരമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവിടെ ദൈവത്തിന്റെ ഇഷ്ടം മാത്രം നടക്കുന്ന ഇടമാണ്, സ്വർഗമാണ് ഏദൻ തോട്ടം എന്ന് പറയുന്നത്. ദൈവരാജ്യമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ദൈവരാജ്യത്തിന്റെ ക്ലാസ്സിൽ പറഞ്ഞു, ദൈവത്തിന്റെ ഇഷ്ടം മാത്രം നടക്കുന്ന ഇടമാണ്. എന്നാൽ ഭൂമിയിൽ ദൈവത്തിന്റെ ഇഷ്ടമല്ല, മനുഷ്യന്റെ ഇഷ്ടം നടക്കുന്ന ഇടമാണ്. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ പാപം കടന്നു വന്നു എന്ന് പറഞ്ഞതിനർത്ഥം, നശ്വരത കടന്നു വന്നു എന്ന് പറഞ്ഞ അർത്ഥം ഇത്രയേ ഉള്ളൂ. ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചത്, ദൈവത്തിന്റെ ഹിതം മനുഷ്യനെ കുറിച്ച് എന്തായിരുന്നുവോ അതിൽ നിന്ന് മനുഷ്യൻ സ്വന്തമായൊരു ഫ്രീ വിൽ ഉപയോഗിച്ചുകൊണ്ട്, സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് വ്യതിചലിച്ചതാണ് പാപം. അത് ഇത്രയേ ഉള്ളൂ. അതിന് വളരെ ഭംഗിയായിട്ട് അതിനോട് അവതരിപ്പിക്കുന്ന പ്രകാരമാണ്, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തിന്റെ പഴം തിന്നരുത് എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ദൈവരാജ്യത്തിലാണ് മനുഷ്യൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ നന്മ തിന്മകൾ വൃക്ഷത്തിന്റെ പഴം ഭക്ഷിക്കരുത്. എന്നാൽ മനുഷ്യൻ അവിടെ ദൈവത്തിന്റെ ശരിയല്ല, എന്റെ ശരിയാണ് ശരി, ദൈവത്തിന്റെ ഇഷ്ടം എനിക്ക് നോക്കേണ്ട കാര്യമില്ല, ഞാൻ ഇത് ഭക്ഷിക്കും, ഞാൻ ദൈവത്തെ പോലെയാകും. ഇങ്ങനെ മനുഷ്യൻ ചിന്തിച്ചിടത്താണ് പാപം കടന്നു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതോടുകൂടി എന്ത് സംഭവിക്കുകയാണ്? ഇനി ദൈവത്തിന്റെ സ്വപ്നങ്ങളല്ല, ദൈവത്തിന്റെ ഇഷ്ടങ്ങളല്ല ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്നത്. മനുഷ്യന്റെ ഇഷ്ടങ്ങളാണ്, മനുഷ്യന്റെ സ്വപ്നങ്ങളാണ്, മനുഷ്യന്റെ രാജ്യമാണ്.
ഇതിന്റെ പരിണതഫലമാണ് ദൈവം ഹവ്വയോട് പറയുന്നത് നീ പുരുഷന്റെ അടിമയായിരിക്കും. പുരുഷനോട് പറയുന്നു നീ നെറ്റിയിൽ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ക്ലേശിക്കും, മണ്ണ് നിനക്കെതിരാകും എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യേണ്ടി വരും, ഭൂമിയോട് യുദ്ധം ചെയ്യേണ്ടി വരും, പ്രകൃതി നിനക്കെതിരാകും. കാരണം ദൈവത്തിന് ഇഷ്ടമല്ല അത്. മനുഷ്യന്റെ ഇഷ്ടം നടന്നപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി മാറിപ്പോയി. അപ്പൊ അതുകൊണ്ടാണ് ഭൂമിയിൽ ക്ലേശങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, സഹനങ്ങൾ ഒക്കെ ഉണ്ടാവുന്നത്, മരണം ഉണ്ടാകുന്നത്, രോഗമുണ്ടാവുന്നത്. അപ്പൊ അത് എവിടെ നിന്ന് വരുന്നു? പാപത്തിൽ നിന്ന് വരുന്നു, ദൈവത്തിൽ നിന്നല്ല, പാപത്തിൽ നിന്ന് വരുന്നു. ദൈവത്തിന്റെ ശരികളോട് നോ പറയുന്ന മനുഷ്യന്റെ പ്രവൃത്തികളുടെ ഫലമായി ഭൂമിയിൽ നശ്വരത, പാപം, ദുഃഖം, രോഗം, മരണം ഒക്കെ കടന്നു വരികയാണ്. ഇതാണ് മനുഷ്യകുലത്തിന്റെ വീഴ്ച എന്ന് പറയുന്നത്. സ്വർഗരാജ്യവും മനുഷ്യകുലം തമ്മിലുള്ള വീഴ്ച അവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്താ അതിന് കാരണം എന്ന് പറയുന്നത്? ആദത്തിന്റെ അനുസരണക്കേട്. എന്താണ് അനുസരണക്കേട്? ദൈവത്തിന്റെ ശരിയല്ല ശരിക്കുള്ള ശരി, എന്റെ ശരിയാണ് ശരിക്കുള്ള ശരി എന്ന് ആദം, അല്ലെങ്കിൽ ഈ ആദം നമ്മുടെയൊക്കെ റെപ്രസെന്റേറ്റീവ് ആണ്. നമ്മൾ ഓരോരുത്തരും ആണ് ശരിക്ക്. കാരണം നമ്മൾ ഓരോരുത്തരും പറയുകയാണ് ദൈവത്തിന്റെ ശരിയല്ല, എന്റെ ഇഷ്ടം, എന്റെ സ്വപ്നങ്ങൾ, എന്റെ ആഗ്രഹങ്ങൾ ഇത് എന്റെ ജീവിതത്തിൽ നിറവേറണം. ദൈവത്തിന്റെ ഇഷ്ടങ്ങളല്ല എന്റെ ജീവിതത്തിൽ നിറവേറേണ്ടത്, എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റണം. അപ്പൊ ഓൾറെഡി നമ്മുടെ ഉള്ളിലൊരു സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ശരിക്കും ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് പോകേണ്ട വ്യക്തിയാണ്. ദൈവത്തിന്റെ സ്വപ്നങ്ങൾ തന്നെ എന്റെയും സ്വപ്നങ്ങൾ എന്ന രീതിയിൽ മുന്നോട്ട് പോകേണ്ട വ്യക്തിയാണ്. അറിഞ്ഞുകൊണ്ട് ആ സ്വപ്നത്തെ നമ്മൾ നിഷേധിക്കുകയാണ്. അപ്പൊ ഇതിനെ നമ്മൾ പറയുക പരിശുദ്ധാത്മാവെന്നാണ്. നമ്മുടെ ഉള്ളിൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ ഊതി നൽകിയിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവിന്റെ സ്വരം, നന്മയുടെ സ്വരം നമ്മൾ പറയുന്നില്ലേ, നീ മുന്നോട്ട് പോകുമ്പോൾ നിനക്കൊരു സ്വരം കേൾക്കാം, ഇതാണ് വഴി, ഇതിലേ പോവുക, ഇതാണ് നന്മയുടെ സ്വരം, പരിശുദ്ധാത്മാവിന്റെ സ്വരം. ഈ പരിശുദ്ധാത്മാവിന്റെ സ്വരത്തോട് യെസ് പറയുവാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മുടെ മനസാക്ഷി അതിനോട് ചേർന്നിരിക്കുന്നുണ്ടോ? അതിനാണ് യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നത്. അപ്പോ ഇവിടെ വിഷയം ഇതാണ്. വിഷയം ഞാൻ വരികയാണ്, എന്തിനാണ് മനുഷ്യനെ അവതരിക്കേണ്ടതെന്നുള്ള കാര്യത്തിലേക്ക് വരികയാണ്. അനുസരണക്കേട് മൂലമാണ് മനുഷ്യകുലം വീണുപോയത്. ഇപ്പൊ എന്താ പ്രത്യേകത? ദൈവം ഈ ഭൂമിയുടെ മുഴുവൻ അധികാരം മനുഷ്യനാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിത് മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലെ സകലത്തിനെയും പേരിടാനുള്ള അധികാരം ദൈവം മനുഷ്യന് നൽകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനാണ് സകലത്തിന്റെയും അധികാരി. ഇങ്ങനെ അധികാരിയായിരിക്കുന്ന മനുഷ്യൻ ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട്, അതായത് എൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വരണമെങ്കിൽ ഞാൻ പറയണം, അല്ലാത്ത ദൈവം വരികയില്ല. എൻ്റെ ഉള്ളിലേക്ക് പൈശാചിക ശക്തി വരണമെന്ന് ഞാൻ പറയാതെ പിശാചിനും എൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. ഇതിന് പറയുന്ന പേരാണ് അധികാരം, ഭൂമിയുടെ മേൽ, പ്രപഞ്ചത്തിന് മേലുള്ള അധികാരം. അപ്പോൾ ദൈവം മനുഷ്യന് നൽകിയ അധികാരം മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്? പിശാചിന്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുകയാണ്. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. പിശാചിന്റെ ഇഷ്ടത്തിന് കൊടുക്കുകയാണ്. പിശാച് പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ സൃഷ്ടി, സർപ്പം സൃഷ്ടിയായിട്ട് കരുതിയാൽ മതി. സൃഷ്ടിയുടെ ശരികളാണ് ശരി, ദൈവത്തിന്റെ ശരികളല്ല ശരി എന്ന് ഒരു മനുഷ്യൻ തീരുമാനിച്ചതിന്റെ ഫലമായി മനുഷ്യകുലം പാപത്തിലേക്ക് വീണുപോയി. അപ്പോൾ ഇപ്പൊ ഏതൊരു വ്യക്തി അശുദ്ധമായ പാപത്തിലേക്ക് വീണുപോയ മനുഷ്യൻ നിന്ന് ജനിക്കുന്നവരെല്ലാം മനുഷ്യരാണ്. അപ്പൊ എല്ലാം ഈ വീഴ്ചയിൽ നിന്ന് ഉത്ഭവിക്കുന്നവരാണ്. ഏതൊരു വ്യക്തിയും പാപിയാണ്. ഇതിനാണ് നമ്മൾ പറയുന്നത് ഉത്ഭവ പാപം എന്ന് പറയുന്നത്. അതായത് ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഏതൊരു വ്യക്തിയും പരിശുദ്ധിയിലോ സ്വർഗത്തിലോ അല്ല ജനിക്കുന്നത്, ഭൂമിയിലാണ്. ഇവിടെ ഒരു നശ്വരതയുണ്ട്, ആ നശ്വരതയിലേക്ക് വീണുപോയിരിക്കുകയാണ്. അതിനാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ പരിശുദ്ധനാണെങ്കിലും അശുദ്ധമായ ലോകത്ത് അവൻ ജനിച്ചു വീഴുന്നതുകൊണ്ട് അവൻ അപ്പോൾ തന്നെ ആ ശുദ്ധിയിലേക്ക് വീണിരിക്കുന്നു. ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. ഇതിന് ഉത്ഭവം എന്ന് പറയുന്നത്. അപ്പൊ ദൈവം പറയുന്ന പ്രകാരമാണ്, അല്ലെങ്കിൽ രക്ഷാശാസ്ത്രം പറയുന്ന പ്രകാരമാണ്, ഒരു മനുഷ്യൻ മൂലമാണ്, അനുസരണക്കേട് മൂലമാണ് പാപം കടന്നു വന്നത്. അപ്പൊ ഈ ഭൂമി വീണുപോയത് ദൈവരാജ്യത്തിന്റെ ഒപ്പമുള്ളതിൽ നിന്ന് വീണുപോയ ഭൂമിയെ തിരികെ ദൈവരാജ്യത്തിന്റെ ഒപ്പം എത്തിക്കണമെങ്കിൽ ആദം എന്ത് തെറ്റ് ചെയ്തോ അതിനെതിരെ ഒരു മനുഷ്യൻ ചെയ്യണം. ആദം എന്താണ് ചെയ്തത്? ഒരു മനുഷ്യൻ മൂലം പാപം കടന്നു വന്നു, അനുസരണക്കേട് കാണിച്ചു. അപ്പോൾ മറ്റൊരു മനുഷ്യൻ
ഭൂമിയിൽ ഏതെങ്കിലും മനുഷ്യൻ, ഏത് മനുഷ്യനായിക്കൊള്ളട്ടെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്റെയും ഇഷ്ടം, എനിക്ക് ദൈവത്തിന്റെ ഇഷ്ടമല്ലാതെ മറ്റൊരു ഇഷ്ടമില്ല, ദൈവത്തിന്റെ ഇഷ്ടം മാത്രം എന്റെ ജീവിതത്തിൽ നിറവേറണം, പിശാചിന് എന്റെ മേൽ അധികാരമില്ല, പാപത്തിനോ സൃഷ്ടപ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ആസക്തികൾക്കോ എന്റെ ജീവിതത്തിൽ യാതൊരുവിധ സ്വാധീനവുമില്ല, ഞാൻ ദൈവിക രാജ്യത്തിൽ വസിക്കുന്നവനായി ദൈവിക സ്വപ്നങ്ങൾ നിറവേറ്റിക്കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം മാത്രം നിറവേറി ഭൂമിയിൽ ജീവിക്കുന്നു എന്നുള്ള ഒരു മനുഷ്യൻ അങ്ങനെ ജീവിച്ചാൽ, അതായത് പിശാചിന് അധികാരം ഇല്ലാത്ത ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചാൽ അവൻ മൂലം രക്ഷ ഭൂമിയിൽ കടന്നു വരും. കാരണം എന്താ? ഭൂമിയുടെ അധികാരം എന്ന് പറയുന്നത് മനുഷ്യനാണ്. അപ്പൊ ഓൾറെഡി ഈ അധികാരം ആദത്തിന്റെ കയ്യിലായിരുന്നു. ആദം ഈ അധികാരം പിശാചിന് സറണ്ടർ ചെയ്തു. അപ്പൊ ഏതു മനുഷ്യനാണോ പിശാചിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ അധികാരം കാത്തു സൂക്ഷിക്കുന്നത് അവനാണ് ഭൂമിയുടെ അധികാരി. അവൻ പറഞ്ഞാൽ പിശാചിന് പോലും നിലനിൽപ്പില്ല. ഇതാണ് യേശുക്രിസ്തു പറയുന്നത്, മനുഷ്യപുത്രന് പിശാചിന്റെ മേൽ അധികാരമുണ്ട്, പാപത്തിന്റെ മേൽ പാപം മോചിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു പറയാൻ കാരണം, ഏത് മനുഷ്യപുത്രനാണോ, ഒന്നാമത്തെ മനുഷ്യൻ പാപം പിശാചിന്റെ അടിമത്തത്തിലേക്ക് വീഴുക ചെയ്തതെങ്കിൽ, ഒരു മനുഷ്യപുത്രൻ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ നേടിക്കൊണ്ട് മാറുകയാണെങ്കിൽ അവന്റെ മേൽ അധികാരമുണ്ടായിരിക്കും. അധികാരം. അപ്പൊ ഇനി അടുത്ത ചോദ്യം, ഇങ്ങനെ ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കാൻ പോവാണ്, ആര് ചെയ്യും? ആര് ഈ രക്ഷാകര പ്രവൃത്തി ചെയ്യും? ആര് ഈ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് മാത്രം ജീവിച്ച് മുന്നോട്ട് പോകും? ഇതാണ് ആ ചോദ്യം. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാലാഖയ്ക്ക് പറ്റുമോ, അല്ലെങ്കിൽ ഒരു മനുഷ്യന് പറ്റുമോ? മനുഷ്യന് പറ്റില്ല. കാരണം എന്താ? ഓരോ മനുഷ്യരും ജനിച്ചു വീഴുന്നത് ഉത്ഭവ പാപത്തോടു കൂടിയാണ്. കാരണം ഉത്ഭവത്തോടു കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം സൃഷ്ടിച്ചത് പരിശുദ്ധിയിലാണ്. ആ പരിശുദ്ധിയിൽ ഒരു മനുഷ്യൻ പാപം കടന്നു വന്നു. അവനുണ്ടാകുന്ന മക്കൾ പാപമുള്ള വ്യക്തികളിൽ നിന്ന് ജനിക്കുന്നവരാണ്. അവ പരിശുദ്ധി അവൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. ഇങ്ങനെ സകല മനുഷ്യരും ജനിക്കുന്നത് പാപമുള്ള വ്യക്തികളിൽ നിന്നാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ പോലും പരിശുദ്ധനായി ജനിക്കുന്നില്ല. ഇനി ദൈവം വലിയ കൃപ അനുസരിച്ച് ഒരു വ്യക്തിക്ക് പാപം ചെയ്യാതിരിക്കുവാനുള്ള ഉത്ഭവാപത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് സൂക്ഷിച്ചു കരുത്, മറിയത്തെ നമ്മൾ രക്ഷിച്ചതുപോലെ, അല്ലെങ്കിൽ ഈശോയുടെ ജനനത്തെ പോലെ കരുതുക. പക്ഷെ ആ വ്യക്തി എന്ത് ചെയ്യണം? ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ പാപത്തിന്റെ സകല പ്രലോഭനങ്ങളെയും അതിജീവിച്ച് ദൈവത്തിന്റെ ഇഷ്ടം മാത്രം അനുസരിച്ചുള്ള ജീവിതം നയിക്കണം. അങ്ങനെ മനുഷ്യനെ കൊണ്ട് പറ്റുമോ ഇല്ലയോ? ഇതാ ചോദ്യം. അപ്പോൾ അത് ആർക്കും പറ്റില്ല, അത് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന സുവിശേഷം. അത് റോമാക്കാർക്ക് എഴുതി ലേഖനം 8-3 ഇങ്ങനെ പറയാം, ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. എന്താണ് ശരീരത്തിന് ബലഹീനമാക്കപ്പെട്ട നിയമം? പരിശുദ്ധനായി ജീവിക്കാൻ പറ്റുന്നില്ല മനുഷ്യന്. അപ്പൊ അത് അസാധ്യമായി മനുഷ്യന്. അപ്പൊ ദൈവം ചെയ്യാണ്. ദൈവം ചെയ്യുന്നത്, അവിടുന്ന് തന്റെ പുത്രനെ പാപത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പോൾ ഇത് പാപത്തിന്റെ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ ദൈവം തന്നെ ഇറങ്ങി വരാൻ മനുഷ്യനായി അവതരിക്കുവാൻ തീരുമാനമാവുകയാണ്. അപ്പം മറ്റൊരു ചോദിക്കാറുണ്ട്, ഇത് മാലാഖയെ അയച്ച പോരെ? നമ്മൾ സപ്പോസ് ചിന്തിക്കുക, മാലാഖയെ അയക്കുന്നു കരുത്, മാലാഖയ്ക്ക് പറ്റുമോ? നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ സൃഷ്ടിയിൽ മാലാഖയെക്കാളും അത്യുന്നത സ്ഥാനമാണ് മനുഷ്യനുള്ളത്. അല്ലാതെ മാലാഖയേക്കാൾ താഴ്ന്ന സ്ഥാനമല്ല മനുഷ്യനുള്ളത്. മാലാഖകളും മുകളിലുള്ളത്. ഹെബ്രായ ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, മനുഷ്യരുടെ സേവക ആത്മാക്കളാണ് ഇവരെല്ലാം. മാലാഖമാരെ പറയുന്നത് അങ്ങനെയാണ്, മനുഷ്യരുടെ സേവക ആത്മാക്കളാണ് മാലാഖമാർ. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ സ്വർഗത്തിൽ ആയിരിക്കുന്ന അരൂപികളാണ് മാലാഖമാർ. ഈ അരൂപികൾ ദൈവിക സന്നിധിയിൽ ആയിരിക്കുമ്പോൾ, ദൈവത്തിന്റെ ഒപ്പമായിരിക്കുമ്പോൾ, ദൈവത്തെ മുഖാഭിമുഖം ദർശിച്ചപ്പോൾ അവിടെ വെച്ചിട്ട് പോലും മാലാഖമാരുടെ തലവനായ ലൂസിഫറിനും അവന്റെ വ്യൂഹത്തിനും തെറ്റുപറ്റി. ദൈവത്തിന്റെ പരിശുദ്ധിയെ മുഖാഭിമുഖം കണ്ടിട്ട് അവർക്ക് പരിശുദ്ധരായി ജീവിക്കാൻ പറ്റുന്നില്ല. അവരുമെല്ലാം പാപം ചെയ്തു പോയി, ദൈവത്തിന്റെ രാജ്യത്തിന് വിപരീതമായി പ്രവർത്തിച്ചു.
അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധിയിൽ അവർക്ക് ഇടമില്ലാതെ സ്വർഗത്തിൽ അവർ നിഷ്കാസിതരായി. ഇതാണ് മാലാഖയുടെ അവസ്ഥ. മനുഷ്യന്റെ അവസ്ഥ എന്താ? നമ്മൾ ദൈവത്തെ മുഖാഭിമുഖം കാണുന്നില്ല, ദൈവത്തെ നിരന്തരം സ്തുതിച്ചുകൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ ഒരു മനുഷ്യനായി ജീവിച്ചാലുള്ള അവസ്ഥ, ഒരു മാലാഖ മനുഷ്യനായി ജീവിച്ചാലുള്ള അവസ്ഥ എന്ന് ആലോചിക്കുകയെ, ഒരിക്കൽ പോലും ഒരു മാലാഖയ്ക്ക് മനുഷ്യനവതാരം ചെയ്ത് മനുഷ്യനെ രക്ഷിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്തത് ഒരു പോയിന്റ്, പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ഭൂമിയിൽ ജനിച്ചാൽ മാത്രം പോരാ, ഭൂമിയിൽ പിശാചിന്റെ പ്രലോഭനം ഉണ്ടാവും, അതിനെ അതിജീവിക്കണം. പിശാച് തന്റെ മാക്സിമം പവർ മറ്റുള്ള വ്യക്തികൾ കൊണ്ട് ഉപയോഗിക്കും. പ്രഭുത്വങ്ങൾ, അധികാരങ്ങൾ, സ്വർഗീയങ്ങളിൽ വസിക്കുന്ന ദുരാത്മാക്കൾ, ഇവയൊക്കെയാണ് ഉപയോഗിക്കുക. നമ്മൾ മനസ്സിലാക്കണം. അത് പൗലോസ് പറയുന്നുണ്ട്, ഇതൊക്കെയാണ് പൈശാചിക ശക്തികളുടെ പ്രത്യേകത. അത് യേശു ക്രിസ്തുവിനെതിരെ കുരിശുമരണത്തിൽ ചെന്ന് കലാശിക്കുന്നത് ഈ പാപത്തിന്റെ മുഴുവൻ പവർ ഉപയോഗിക്കുകയാണ്. മനുഷ്യകുലത്തിലെ പാപം ഉപയോഗിക്കുന്ന മുഴുവൻ പവർ എന്തൊക്കെയാണ് ഉപയോഗിച്ചത്? ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. നിസ്സാര കാര്യങ്ങളൊന്നല്ല ഉപയോഗിക്കുന്നത്. അതായത് പ്രഭുത്വങ്ങൾ, രാജാവ് പീലാത്തോസ്, ഹെറോദോസ്, അധികാരങ്ങൾ, പൗരോഹിത്യം, അത് കയ്യഫാസ്, അന്നാസ്, സ്വർഗീയങ്ങളിൽ വസിക്കുന്ന ദുരാത്മാക്കൾ എന്ന് പറഞ്ഞ എന്താ? യൂദാസ്, തള്ളി പറഞ്ഞ പത്രോസ്. ഇത് മാക്സിമം പവറിലെ യേശുക്രിസ്തുവിനെതിരെ ഉപയോഗിക്കുകയാണ്. ഈ ഉപയോഗമാണ് നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇത്രയും ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതിനെ അതിജീവിക്കുവാനാണ്. അതായത് പിശാചിന്റെ കയ്യിലുള്ള അധികാരം പോവാണ്. അപ്പൊ അതിനെതിരെ പിശാചിന്റെ മാക്സിമം പവർ ഉപയോഗിക്കും. അപ്പൊ യേശുക്രിസ്തു ഈ രക്ഷ വാങ്ങി തരുമ്പോൾ യേശുക്രിസ്തുവിനെതിരെ ഈ ശക്തികൾ മുഴുവൻ സംഘടിക്കുകയും യേശുക്രിസ്തുവിനെതിരെ മാക്സിമം പീഡനങ്ങൾ, സഹനങ്ങൾ നൽകുകയും, കാരണം അവന് കയ്യിലുള്ള ആയുധം പാപം കടന്നു വന്ന ഓട്ടോമാറ്റിക്കലി അപ്പുറത്തുണ്ടാകുന്ന സഹനമാണ്. നമുക്കറിയാം, ഒരു വ്യക്തി മദ്യപിച്ച് വീട്ടിൽ കടന്നു വന്നാൽ ഭാര്യയെ അടിക്കും, സഹനം ഭാര്യയ്ക്കും, പാപം ഭർത്താവിനാണ്. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഒരു പാപം കടന്നു വന്നാൽ ഒരു വ്യക്തിയുടെ തോന്നിവാസമാണ് പാപം. അപ്പൊ ഓട്ടോമാറ്റിക്കലി അപ്പുറത്ത് അതിന് സഫർ ചെയ്യേണ്ട ആളുകൾ ഉണ്ടാകും. അപ്പൊ ഇതേപോലെ പാപം അതിന്റെ മാക്സിമം പ്രഭുത്വങ്ങളും അധികാരങ്ങളും സ്വർഗീയങ്ങളും വസിക്കുന്ന ദുരാത്മാക്കളും എല്ലാം പ്രയോഗിക്കുമ്പോൾ അതിനെ, ആ സഹനത്തെ സ്വീകരിക്കുവാനുള്ള കപ്പാസിറ്റി ഈ മനുഷ്യനായി അവതരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകണം. അതുണ്ടോന്ന് നോക്കണം. അപ്പൊ ഇത് ആര് സഹിക്കും? മനുഷ്യനെ കൊണ്ട് പറ്റില്ല. മാത്രമല്ല, ദൈവം ആഗ്രഹിക്കാൻ ഈ ഒരു സഹനം, ഈ ഒരു വേദന മനുഷ്യന് സഹിക്കുന്നതിനൊക്കെ നല്ലത് ഞാൻ തന്നെ ചെയ്യാം, മനുഷ്യൻ ചെയ്ത തെറ്റിന്റെ പരിഹാരം ഞാൻ തന്നെ സ്വീകരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ദൈവം സ്വർഗം വിട്ട് ഇറങ്ങി മനുഷ്യന്റെ ഇടയിലേക്ക് വന്നതിനെയാണ് മനുഷ്യ അവതാരം എന്ന് പറയുന്നത്. അപ്പൊ അതിന് പറയുന്ന മറ്റൊരു വാക്ക് കെനോസിസ്, തന്നെ തന്നെ ശൂന്യനായി. ആരാണത്? പിതാവ്, പുത്രൻ, പരിശുദ്ധത്തിന്റെ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ പ്രപഞ്ചത്തിന് അതീതനായ ദൈവം പിതാവ്, പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം പുത്രൻ, വചനമാകുന്ന ദൈവം. ആ വചനമാകുന്ന ദൈവം മനുഷ്യാവതാരം ചെയ്യുന്നതിന് വേണ്ടി തന്റെ ദൈവത്തിന്റെ സമാനതകളെല്ലാം വേണ്ടെന്ന് വെക്കുകയാണ്. ഒരു മനുഷ്യനാവാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ സമാനങ്ങൾ വേണ്ടെന്ന് വെക്കാന്ന് പറഞ്ഞ അർത്ഥം, ദൈവത്തിന്റെ പവർ, ലോകസ്ഥാപനത്തിന് മുമ്പേ എനിക്ക് നിന്നോട് ഉണ്ടായിരുന്ന മഹത്വം, അത് യോഹന്നാൻ 17:5 പറയുക, ലോകസ്ഥാപനത്തിന് മുമ്പ് എനിക്ക് അങ്ങയോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്തിന് എന്നാണ് യേശു പറയുന്നത്. ആ മഹത്വം വേണ്ട എന്ന് വെച്ച് വെറും പച്ച മനുഷ്യനായിട്ട് ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം തിരുമനസ്സാകുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം അല്ലാണ്ടാവില്ല, ദൈവം അല്ലാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കും. ഇതാണ് യേശുക്രിസ്തു. യേശുവിന് മാത്രമേ ഇത് പറ്റുള്ളൂ എന്ന് യേശു മനസ്സിലാക്കുകയാണ്. അല്ലെങ്കിൽ ദൈവം തന്നെ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ താൻ തന്നെ സ്വയം ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ്. ഇതാണ് കെനോസിസ്, മനുഷ്യാവതാരം. തന്നെ തന്നെ ശൂന്യവൽക്കരിക്കൽ യേശു ക്രിസ്തു ചെയ്ത. അങ്ങനെ തന്നെ തന്നെ ശൂന്യവൽക്കരിക്കുന്നത് തന്നെയാണ് പലരും പറയും ദൈവം അല്ലാതെയും മാറി. ദൈവം അല്ലാതെയും മാറുന്നൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെതായ സകല അധികാരങ്ങളും മഹത്വങ്ങളും എല്ലാം ശൂന്യമാക്കിക്കൊണ്ട്, ബിഗ് സീറോ ആക്കിക്കൊണ്ട് ദൈവം ഭൂമിയിൽ പച്ച മനുഷ്യനായി അവതരിക്കുന്നു. ഇതാണ് മനുഷ്യാവതാര രഹസ്യം. ഇത്രയും കാര്യം മനസ്സിലായപ്പോൾ നമുക്ക് എന്തൊക്കെ പോയിന്റ് മനസ്സിലാക്കാൻ സാധിച്ചു? എന്താണ് രക്ഷയുടെ ആ ലക്ഷ്യം? രക്ഷാകര കർമ്മത്തിന്റെ ലക്ഷ്യം ഈ പറയുന്ന അനുസരണത്തിൽ ഭൂമിയിൽ ജീവിക്കലാണ്. മാലാഖമാർക്ക് പറ്റുമോ? പറ്റില്ല. മനുഷ്യർക്ക് പറ്റുമോ? പറ്റില്ല. ദൈവം തന്നെ സ്നേഹം കൊണ്ട് ദൈവം തന്നെ മനുഷ്യനാവാൻ തീരുമാനിച്ചു.
ഇത്രയും കാര്യങ്ങൾ മനുഷ്യനാണോ അതോ യേശുവിന്റെ ദൈവത്വമാണോ? കുരിശില് പിതാവിന്റെ കയ്യില് എന്റെ ആത്മാവിനെ സമർപ്പിക്കൂ എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ ആത്മാവിനെയാണോ ദൈവത്തിന്റെ ആത്മാവിനെയാണോ? ഓക്കെ, ഇവിടെ കുരിശിൽ മരിച്ചത് ആരെന്ന് ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞു, യേശുക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യനിൽ നിന്ന് ദൈവം ഒരിക്കൽ പോലും വിട്ടുപോകുന്നില്ല. ഇതാണ് പ്രധാനം. വചനമാകുന്ന പുത്രൻ തമ്പുരാൻ യേശുക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യനിൽ നിന്ന് വിട്ടുപോകുന്നില്ല. അതുകൊണ്ട് കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോഴും ആ മനുഷ്യനോട് മരിക്കുകയാണ്. യേശുക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യൻ കുരിശിൽ പിടഞ്ഞ് വേദന അനുഭവിച്ച് മരിക്കുകയാണ്. ആ മനുഷ്യൻ ദൈവമാണ്. അപ്പൊ മരണത്തിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യൻ ശരീരവും ആത്മാവും വേർപിരിയിലാണ് മരണം എന്ന് പറയുന്നത്. ആ മരണം എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുമ്പോൾ, യേശുക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യൻ മരിക്കുമ്പോൾ, ആ ദൈവം ആ ശരീരത്തെയും ആത്മാവിനെയും വേർപിരിയാതെ വിട്ടുപിരിയാതെ നിൽക്കുകയാണ് യേശുക്രിസ്തു, വചനമാകുന്ന ദൈവം. അപ്പൊ യേശുക്രിസ്തു മരിച്ചുവോ? തീർച്ചയായും മരിച്ചു. മരണം ഉറപ്പിക്കുന്ന രീതിയിൽ കുന്തം കൊണ്ട് അവൻ പിലാപുറത്ത് കുത്തുന്നുണ്ട്. ഡയഫ്രം തുളച്ചു കയറി ഹൃദയത്തെ വന്ന് മുട്ടുന്ന ഒരു കുന്തം കയറി കഴിഞ്ഞാൽ എല്ലാ സകല മനുഷ്യരും മരിക്കും. കാരണം ശ്വാസം മുട്ടിയാലും മരിക്കും. മരിക്കുന്ന ഏറ്റവും വലിയ എളുപ്പവഴിയാണ്. അപ്പൊ അങ്ങനെ മരിക്കുന്ന ആ മനുഷ്യൻ, പീഡ സഹിച്ച് കുരിശിൽ പെട്ടെന്ന് മരിക്കുന്ന ആ മനുഷ്യൻ ചികിത്സതിന് മുമ്പ് മരിച്ചിരുന്നു. കൊന്തം കൊടുക്കുന്നതിന് മുമ്പ് ആ മരിക്കുന്ന ശരീരത്തെയും ആത്മാവിനെയും വേർപിരിയാതെ വചനമാകുന്ന പുത്രൻ തമ്പുരാൻ നിലകൊള്ളുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ പോയിന്റ്. മനുഷ്യന് ദൈവം വിട്ടുപിരിയുന്നില്ല. മരിക്കുമ്പോഴും വിട്ടുപിരിയുന്നില്ല, ജനിക്കുമ്പോഴും വിട്ടുപിരിയുന്നില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ മറിയം ദൈവമാതാവ് എന്ന് പറയുന്നത്. ജനിച്ചവൻ ദൈവമാണ്, മരിച്ചവനും ദൈവമാണ്. അപ്പൊ യേശുക്രിസ്തുവിൽ എത്ര ആത്മാവുണ്ട്? അടുത്ത ചോദ്യം വരികയാണ്, യേശുക്രിസ്തുവിൽ എത്ര ആത്മാവുണ്ട്? യേശുക്രിസ്തുവിൽ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, മനുഷ്യാത്മാവ്. ദൈവവചനം എന്ന് പറയുന്നത് ആത്മാവല്ല. നമ്മളിപ്പോ ആത്മാവെന്ന് സ്പിരിറ്റും സോളും നമ്മൾ ഡിഫറൻസ് മനസ്സിലാക്കണം. ഹോളി സ്പിരിറ്റ് വചനമാവുന്ന അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാകുന്ന ദൈവമാണ്. നമ്മൾ ആത്മാവെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പറയുക. പക്ഷെ ശരിക്കും അങ്ങനെ അർത്ഥത്തിലല്ല. മനുഷ്യന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെതായ ഒരു എൻറ്റിറ്റി ഉള്ള ഒരു ആത്മാവാണ്, ഒരു സെപ്പറേറ്റ് ആത്മാവാണ്. ആത്മാവ് എന്ന് പറയുന്നത് ഇതാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവമാണ്, ഹോളി സ്പിരിറ്റ്. അപ്പൊ യേശുക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യനിലെ മനുഷ്യാത്മാവ്, മനുഷ്യ ശരീരവുമുണ്ട്, ദൈവവചനമാവുന്ന പുത്രൻ തമ്പുരാനുണ്ട്. അങ്ങനെ നിലകൊള്ളുന്നത്. ആത്മാവ് ഒന്നേയുള്ളൂ, മനുഷ്യാത്മാവ്. പക്ഷെ ഹോളി സ്പിരിറ്റ് ഉണ്ട്. പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിലുണ്ടല്ലോ, വചനമാവും ദൈവമുണ്ട്. അപ്പൊ ക്രിസ്തുവിന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. അതായത് യേശുക്രിസ്തു കുരിശിൽ കിടന്ന് എന്റെ ആത്മാവ് അങ്ങ് കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പറഞ്ഞ ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് മനുഷ്യാത്മാവിനെ സമർപ്പിക്കുകയാണ്. ഈ മനുഷ്യാത്മാവിൽ പിതാവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്വത്തിലേക്ക് ഈ മനുഷ്യാത്മാവിന് വിട്ടുകൊടുക്കണം. ശരീരം നമ്മൾ ഒരു 1 യോഹന്നാൻ 5-ാം അധ്യായം 7-ാമത്തെ വാക്യം, സ്വർഗത്തിൽ 3 സാക്ഷികളാണ്: ശരീരം, ജലം, രക്തം, ആത്മാവ്. മാമോയിസ സൈലവനോഷ കുർബാന. അപ്പൊ ഇങ്ങനെ യേശുക്രിസ്തു വിട്ടുതരുന്നതാണ്. യേശുക്രിസ്തുവിന്റെ തിരുവിലാവിൽ ഒഴുകുന്ന ജലം, തിരുവിലാവിൽ ഒഴുകുന്ന രക്തം, തന്നിൽ നിന്ന് വിട്ടുപോകുന്ന ആത്മാവ്. ഇതാണ് നമുക്ക് വേണ്ടി, മനുഷ്യകുലത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ വെക്കുന്ന മോചനത്തിലേക്ക്. എന്തിനാണ്? നമുക്ക് തരാൻ. ശരീരത്തെയും ജലത്തെയും മാമോദീസയായി, രക്തത്തെ വിശുദ്ധ കുർബാനയായി, ആത്മാവിനെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകുകയാണ്. അതാണ് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്നത് സൈലവനം. അപ്പൊ ഇതാണ് യേശുക്രിസ്തു തന്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കയ്യിൽ, ഉള്ളം കയ്യിൽ എടുത്തു വെച്ചു എന്നതിന്റെ അർത്ഥം ദൈവഹിതത്തിൽ പൂർണ്ണമായി വിട്ടുകൊടുത്തു എന്നാണ് അർത്ഥം. ഓക്കെ, അടുത്ത ചോദ്യം ചോദിച്ചോളൂ. യേശുക്രിസ്തു എങ്ങനെയാണ് മരണത്തെ തോൽപ്പിച്ചത്? ഓക്കെ, ഇനി ഈ വിഷയം നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട, പഠിച്ചിരിക്കുന്ന വിഷയം, യേശുക്രിസ്തു എങ്ങനെയാണ് മരണത്തെ തോൽപ്പിക്കുന്നത് എന്നുള്ള കാര്യം. ഇതറിയണമെങ്കിൽ എന്താണ് മരണം എന്ന് പറയുന്നത്? മരണം എന്ന് പറയുന്നത് ശരീരത്തിന്റെയും ആത്മാവിന്റെയും നാശമാണ് ഒരു മനുഷ്യന്റെ മരണം എന്ന് പറയുന്നത്. അപ്പൊ ഏതും തോട്ടത്തിലാണ് മരണം കടന്നു വരുന്നത്? പാപം വഴി കടന്നു വന്നത് മരണം. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്റെ അപ്പൂപ്പൻ മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
അപ്പൂപ്പൻ എന്നെ വിട്ടുപോയി, എനിക്കും അപ്പൂപ്പനും ബന്ധമില്ല, എനിക്കിനി അപ്പാപ്പനെ കാണാൻ പറ്റില്ല, ആ അവസ്ഥയിലേക്ക് മാറി എന്നർത്ഥം. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അടുക്കിലേക്കുള്ള ഒരു വരവാണ്. മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് പറയുന്ന മരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ നാശമല്ല. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് വരുന്നു, അവിടെ വീണ്ടും ദൈവത്തോടൊപ്പം തുടരുകയാണ്. അതുകൊണ്ടാണ് ഈ അപ്പം ഭക്ഷിക്കുന്നതിന് മരിക്കുകയില്ല, നിത്യം ജീവിക്കും എന്ന് യേശുക്രിസ്തു പറയുന്നത്. അതുകൊണ്ടാണ് ധൂർത്തപുത്രന്റെ അവൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്നു എന്ന് യേശുക്രിസ്തു പറയുന്നത്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുപോകുന്നതിനെയാണ് മരണം എന്ന് പറയുന്നത്. അങ്ങനെ ദൈവത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുപോകുന്ന മരണത്തെ ദൈവം വിളിക്കുന്നത് മരണം എന്ന് വിളിക്കുന്നത്, നമ്മൾ വിളിക്കുന്നത് പാപമാണ്. പാപം കടന്നു വന്നു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ പൂർണ്ണമായി വിട്ടുപോയി. ഇതാണ് രണ്ടാമത്തെ മരണം, നരകം. അപ്പൊ ദൈവത്തിന് ഒരിക്കലും ഞാൻ മനുഷ്യനുമായി ആക്സസ് ഇല്ല. അപ്പൊ ഇതാണ് മരണം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? മനുഷ്യകുലത്തിന്റെ പാപത്തിന്റെ ശിക്ഷയെ മരണം യേശുക്രിസ്തു ഏറ്റെടുക്കുകയാണ്. എങ്ങനെയാണ്? അതുവരെ ഉണ്ടായിരുന്ന മനുഷ്യർക്ക് സംഭവിക്കുന്നത് ഇപ്രകാരമാണ്. പാപത്തിന്റെ പരിണതപരമായി മരണം ഉണ്ടാകുന്നു. മരണം എന്താണ്? ഈ ശരീരം മണ്ണിൽ അഴുകി ഇല്ലാതെയാകുന്നു. ആത്മാവ് ദൈവത്തിന്റെ കയ്യിലേക്ക് പോകാതെ പാതാളം, നരകത്തിന്റെ മേൽത്തട്ട് എന്ന് പറയുന്നത്, അതായത് നരകത്തേക്കും പ്രവേശിക്കുന്നില്ല, പാതാളം എന്ന അവസ്ഥയിലേക്ക് കടന്നു ചെല്ലുന്നു. പാപികളുടെ ആത്മാവ് നരകത്തിൽ പോകുമായിരിക്കും, പക്ഷെ വിശുദ്ധരുടെ ആത്മാവ് ഈ പാതാളം എന്ന അവസ്ഥയിൽ ബന്ധിതമാകുന്നു. കാരണം എന്താ? യേശുക്രിസ്തു വന്ന് കുരിശു തൂങ്ങി മരിച്ച് പാപത്തിന് മോചനം നൽകാതെ ഒരാൾക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. അപ്പൊ ഇതിന് പറയുന്ന പേരാണ് പാതാളം. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് അബ്രാഹത്തിന്റെ മടി. അപ്പൊ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ഈ പാതാളത്തിലേക്ക് വരും, ശരീരം മണ്ണിൽ അഴുകി ഇല്ലാതെയും. ഇതാണ് മരണം. ഇതാ 2000 വർഷം മുമ്പ് ഒരു മനുഷ്യൻ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. ആ മനുഷ്യൻ ദൈവമാണ്. അവന്റെ ആത്മാവിനെയും അവന്റെ ശരീരത്തെയും ദൈവം വിട്ടുപോകുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുകയാണ്? മരണം എന്ന പ്രക്രിയയിലേക്ക് ഈ മനുഷ്യൻ കടന്നു വരുമ്പോൾ ദൈവം കൂടെ ചെല്ലുകയാണ്. മരണം എന്ന പ്രക്രിയയിലേക്ക് ആ മനുഷ്യ ശരീരം കല്ലറയിൽ അടയ്ക്കപ്പെട്ടു. ആ മനുഷ്യ ശരീരം അഴുകാൻ ആരംഭിക്കുമ്പോൾ പറ്റുന്നില്ല. കാരണം എന്താ? ദൈവവചനം മനുഷ്യ ശരീരത്തെ വിട്ടുപോയിട്ടില്ല. ദൈവവചനമാകുന്ന ദൈവം മനുഷ്യ ശരീരത്തെ വിട്ടുപോകാത്തത് കൊണ്ട് ആ ശരീരം അഴുകാതെ നിൽക്കുന്നു. ആ ആത്മാവ് പാതാളത്തിലേക്ക് കടന്നു ചെന്നു. പാതാളത്തിലേക്ക് ദൈവം കടന്നില്ലേ? ആത്മാവിൽ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനില്ലേ? ആരെ കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? പാതാളത്തിന്റെ താക്കോലുകൾ പൂട്ടെല്ലാം പൊട്ടിപ്പോവുകയാണ്. കാരണം എന്താ? ദൈവം പ്രവേശിക്കുന്ന സ്വർഗമാണ്. അപ്പോൾ ഇതാ പാതാളത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതൊരു പറുദീസയായി മാറുകയാണ്. അതാണ് നല്ല ആളെന്ന് പറഞ്ഞത്, ഇന്ന് എന്നോട് കൂടെ നീ പറുദീസയിലായിരിക്കും. യേശു കടന്നു ചെല്ലുന്ന ഇടമാണ് പറുദീസ. അപ്പൊ ദൈവം പാതാളത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി പാതാളം എന്തായി മാറി? സ്വർഗമായി മാറുന്നു. അതോടുകൂടി പാതാളത്തിന്റെ അതിരുകൾ ഭേദിക്കപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആത്മാക്കളിലും യേശുക്രിസ്തു എന്ന് പറയുന്ന ആത്മാവിനെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം യേശുക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യന്റെ ആത്മാവിനൊപ്പം ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിൽ ദൈവം വ്യാപരിക്കുന്നു. അതുകൊണ്ട് പാതാളത്തിന് യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല. കല്ലറകൾക്ക് യേശുക്രിസ്തുവിന്റെ ശരീരത്തെ അവിടെ അഴുകുവാൻ, പിടിച്ചു നിർത്തുവാൻ സാധിക്കുന്നില്ല. അതിനാൽ എന്ത് സംഭവിക്കുന്നു? 3-ാം ദിവസം ശരീരവും ആത്മാവും തിരികെ കടന്നു ചെല്ലുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. ഇവിടെ മരണം പരാജയപ്പെടുകയാണ്. എന്താണ് മരണം പരാജയപ്പെട്ടത്? കല്ലറയിൽ ഈ ശരീരത്തെ അഴുകിക്കുവാൻ മരണത്തിന് സാധിക്കുന്നില്ല. പാതാളത്തിൽ ഈ ആത്മാവിനെ ബന്ധിതമാക്കുവാൻ മരണത്തിന് സാധിക്കുന്നില്ല. അവിടെ മരണം പരാജയപ്പെട്ടു. അതിനാൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ദൈവവചനം ശരീരത്തിലും ആത്മാവിലും വ്യാപരിച്ചതുകൊണ്ട് അത് നമുക്കൊരു പ്രത്യാശയാണ്. മനുഷ്യർക്ക് ശരീരത്തിന് ഉയർപ്പുണ്ടെന്നുള്ള പ്രത്യാശയാണ് യേശുവിന്റെ ശരീരം കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത്. ഇനി മനുഷ്യ ശരീരത്തെ കല്ലറകളിൽ അടച്ചുപൂട്ടാൻ സാധ്യമല്ല. അതുപോലെ തന്നെ മനുഷ്യ ആത്മാവിനെ പാതാളത്തിൽ ബന്ധിതമാക്കാൻ സാധ്യമല്ല. കാരണം ഇതാ ഒരു മനുഷ്യാത്മാവ് പാതാളം വിട്ട് പുറത്തിറങ്ങി വന്നിരിക്കുന്നു, യേശുക്രിസ്തു. അതുകൊണ്ട് അതുവരെയുള്ള സകല ആത്മാക്കളും ഈ പാതാളത്തിൽ നിന്ന് മനുഷ്യാത്മാക്കൾക്ക് ബന്ധിതമാക്കുവാൻ പാതാളത്തിന് സാധ്യമല്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങി. ഇതിനെയാണ് സംഗീതം പറയുന്നത്, അങ്ങന്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങേ പരിശുദ്ധൻ അഴിഞ്ഞു പോകുവാൻ അവിടുന്ന് അനുവദിക്കുകയുമില്ല.
ഈ സങ്കീർത്തന വചനത്തിന്റെ പൂർണ്ണതയാണ് മരണത്തെ തോൽപ്പിക്കുക എന്നതിലൂടെ പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 15 അധ്യായത്തിലെ മരണത്തെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത്, നമ്മുടെ ഉയർപ്പിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: മരണമേ നിന്റെ ദംശനം എവിടെ, മരണമേ നിന്റെ വിജയം എവിടെ. ഇതാണ് മരണത്തെ തോൽപ്പിക്കുക എന്നതുകൊണ്ട് അർത്ഥമാകുന്നത്. ഓക്കെ, നേരത്തെ യേശുക്രിസ്തുവിന് എത്ര ആത്മാവുണ്ട്, എത്ര വില്ലുണ്ട്? അതായത് പൂർണ്ണ മനുഷ്യനായ യേശുവിന് മനുഷ്യന്റെ ആത്മാവും മനുഷ്യന്റെ വില്ലും ഉണ്ടെങ്കിൽ പുത്രനായ ദൈവത്തിന്റെ ആത്മാവും ദൈവിക വില്ലും യേശുവിനുണ്ടല്ലോ. അപ്പോ 2 വില്ലും 2 ആത്മാവും ഉണ്ടോ യേശുവിന്? ഓക്കെ, നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യാത്മാവുള്ളൂ. മനുഷ്യാത്മാവ്, മനുഷ്യശരീരം, പിന്നെ ദൈവവചനത്തെ നമ്മള് സോൾ എന്ന രീതിയിൽ എടുക്കരുത്. ചിലർ കരുതുന്നത് ദൈവത്തിന്റെ ആത്മാവ്, മനുഷ്യന്റെ ആത്മാവ് ഇങ്ങനെ അങ്ങനെ കരുതരുത്. യേശു ക്രിസ്തുവിനുള്ളത് ദൈവവചനം, ദൈവമാണത്, ആത്മാവല്ല, ദൈവമാണ്, ദൈവവചനം. പരിശുദ്ധ തൃത്വം എന്ന അവസ്ഥയിൽ വചനമായ ദൈവത്തിന്റെ കൂടെ പിതാവും പരിശുദ്ധാത്മാവും ഉണ്ടായിരിക്കും. അത് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ പെരിക്കോറസിസ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി വചനമായ ദൈവം അവിടെ ഉണ്ട്, പുത്രനായ മനുഷ്യനിൽ എന്ത് സംഭവിക്കും? മനുഷ്യന്റെ ഒരു ആത്മാവുണ്ട്, മനുഷ്യ ശരീരമുണ്ട്. അപ്പോളോനാരിസം എന്ന് പറയുന്ന ഹെരസിയുണ്ട്. ഹെരസി ഇതാണ്: യേശു ക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യനിൽ മനുഷ്യാത്മാവില്ല, പകരം ദൈവവചനം, മനുഷ്യ ശരീരമേ ഉള്ളൂ എന്ന് പറയുന്നതാണ് അപ്പോളോനാരിസം എന്ന് പറയുന്ന ഹെരസി. അപ്പൊ അങ്ങനെയല്ല, മനുഷ്യാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന്റെ ആത്മാവിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി മരണത്തെ തോൽപ്പിക്കുമ്പോൾ അവനിലൊരു മനുഷ്യാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ ആത്മാവിനെ, ഞാൻ മനുഷ്യനെന്ന് നൽകി എന്റെ ആത്മാവിന് രക്ഷയുള്ളൂ. യേശുക്രിസ്തുവിന് മനുഷ്യാത്മാവില്ലെങ്കിൽ എന്റെ ആത്മാവിന് രക്ഷയില്ല. യേശുക്രിസ്തുവിന്റെ ശരീരത്തിന് മനുഷ്യശരീരമാണെങ്കിൽ മാത്രമേ എന്റെ മനുഷ്യശരീരത്തിന് രക്ഷയുള്ളൂ. അപ്പൊ മനുഷ്യൻ എന്ന നിലയിൽ യേശുക്രിസ്തുവിൽ പൂർണ്ണ ശരീരവും പൂർണ്ണ ആത്മാവുമുണ്ട്. ദൈവം എന്ന നിലയിൽ ദൈവവചനമാണ് പ്രസന്റായിരിക്കും, നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ദൈവമാണ്, പൂർണ്ണ മനുഷ്യനാണ്. ഇനി അതുപോലെ വില്ലിന്റെ കാര്യം പറയണം. വില്ല് എന്ന് പറഞ്ഞ അർത്ഥം ഇച്ഛ, ഹിതം എന്നാണ്, ഹിതം. അപ്പൊ പരിശുദ്ധ തൃത്വത്തിലെ, ആദ്യമേ പറയാം, പരിശുദ്ധ തൃത്വത്തിലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 ആളത്വത്തിന് ഒരു വില്ലേ ഉള്ളൂ, ദൈവം ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ദൈവം ഒന്ന് ചിന്തിക്കുന്നത് ഒരേ സമയം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിലൂടെയും ചിന്തിക്കുകയാണ്. പ്രപഞ്ചത്തെ സൃഷ്ടിക്കണം എന്ന് പറയുമ്പോൾ പിതാവും അത് തന്നെയാണ്, പുത്രനും അത് തന്നെ, പരിശുദ്ധാത്മാവ് അത് തന്നെ ചിന്തിക്കുന്നത്. വേറെ ഒരു വ്യത്യസ്തമായ ഒരു ചിന്തയില്ല, ദൈവം ഒന്നെയും ചിന്തിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തു അങ്ങനെയല്ല. യേശു ക്രിസ്തു ഒരു മനുഷ്യനാണ്. മനുഷ്യൻ്റെതായ സകല പ്രശസ്ത അവന്റെ ഉള്ളിലുണ്ട്. മനുഷ്യ ശരീരമുണ്ട്, മനുഷ്യാത്മാവുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഒരു ബ്രെയിൻ ഉണ്ട്. ബ്രെയിൻ ഉണ്ടെങ്കിൽ മനസ്സുണ്ട്. അപ്പൊ മനുഷ്യന്റെ ഇഷ്ടമുണ്ട്. ഈ മനുഷ്യന്റെ ഇഷ്ടത്തെ തന്നിൽ തന്നെയുള്ള ദൈവവചനത്തിന്റെ ഇഷ്ടത്തോട് അനുരൂപപ്പെടുത്തുവാൻ, അത് തന്നെ ആകുവാനായി യേശു ക്രിസ്തുവിന് കഴിയും. അതാണ് യേശു ക്രിസ്തുവിന്റെ ജീവിതം. അപ്പൊ യേശു ക്രിസ്തുവിൽ 2 വില്ലുണ്ട്, ദൈവത്തിന്റെ വില്ലും മനുഷ്യന്റെ വില്ലും. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ജീവിത കാലഘട്ടത്തില് പിതാവിന്റെ ഇഷ്ടം, പിതാവിന്റെ ഹിതം എന്നൊക്കെ പറയുന്നത് ദൈവിക വില്ലിനെയാണ്. അതായത് പ്രപഞ്ചത്തിന് അതീതനായ ദൈവത്തിന്റെ, പിതാവായ ദൈവത്തിന്റെ വിൽ. അത് എവിടെയുണ്ട്? ദൈവവചനമാകുന്ന പുത്രൻ തമ്പുരാനിലുണ്ട്, പരിശുദ്ധാത്മാവിലുമുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ, പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ, എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി യേശു ക്രിസ്തുവിന്റെ ഉള്ളിൽ ദൈവവചനത്തിനും ഒരു വില്ലുണ്ടെങ്കിൽ ആ വില്ല് പിതാവിന്റെ ഇഷ്ടം തന്നെയാണ്, വില്ലുണ്ട്. അപ്പൊ യേശു ക്രിസ്തുവിൽ 2 ഹിതമുണ്ട്, 2 ഇഷ്ടമുണ്ട്. ഡൈഫസിറ്റിസം എന്നാണ് അതിനെ ലിയോയുടെ ടോമി ഓഫ് ലിയോ എന്ന് പറയുന്നതിന് മാർപ്പാപ്പ ലിയോ 1 മാർപ്പാപ്പ അയച്ച കത്താണ്. അപ്പൊ യേശു ക്രിസ്തുവിൽ 2 ഹിതമുണ്ട്, 2 മനസ്സുണ്ട്, 2 വില്ലുണ്ട്, 2 ഇച്ഛയുണ്ട്. ഇച്ഛ ശരിക്കും വാക്ക്, മനസ്സിനേക്കാളും 2 ഇച്ഛയുണ്ട്. ഈ 2 ഇച്ഛ, ഒന്ന് ദൈവിക ഇച്ഛ, മാനുഷിക ഇച്ഛ. മാനുഷിക ഇച്ഛ ദൈവിക ഇച്ഛയോട് അനുരൂപപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോഴാണ് കുരിശു മരണം മുന്നോട്ട് വരുന്നത്. അവിടെയാണ് യേശുക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യൻ, യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവവചനത്തോട്, പിതാവായ ദൈവത്തിന് പറയുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നീങ്ങിപ്പോട്ടെ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ.
അപ്പോഴാണ് ആദം ചെയ്ത പാപത്തിന്റെ പരിഹാരം. അവിടെ അനുസരണക്കേട്, ഇവിടെ അനുസരണം. അങ്ങനെ ദൈവത്തിന് ഇഷ്ടം എന്റെ ഇത് നിറവേറട്ടെ എന്ന് പറയുവാൻ ഒരു മാനുഷിക വില്ലുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യ രക്ഷ സാധ്യമാവുള്ളൂ. അങ്ങനെയാണ് ആദം പരാജയപ്പെട്ടത്, അതിലാണ് യേശു വിജയിക്കേണ്ടത്. അപ്പൊ യേശു ക്രിസ്തുവിൽ രണ്ട് ഇച്ഛയുണ്ട്. അതാണ് സഭാപിതാവ് അല്ലെങ്കിൽ ടോമി ഓഫ് ലിയോ ഒന്നാമൻ മാർപ്പാപ്പയുടെ ടോമിയോയിൽ പറയുന്ന കാര്യം. അപ്പം പക്ഷെ അതിന്റെ രഹസ്യപ്രകാരം ഉണ്ടാകുന്നത് യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയിലെ ദൈവിക വില്ലും മാനുഷിക വില്ലുണ്ട്. പക്ഷെ ഒരു കടലിലേക്ക് പച്ചവെള്ളം ഒഴിക്കുമ്പോൾ എങ്ങനെയായി തീരും? അത് ലയിച്ചു പോകും കടലിൽ. ഇതേപോലെ മാനുഷിക വില്ല് ദൈവിക വില്ലിൽ ലയിച്ചു പോയി എന്ന് പറയുന്ന വാദം പറയുന്ന പേരാണ് ഏകേച്ഛവാദം. പക്ഷെ അങ്ങനെ ലയിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ രക്ഷാകര പ്രവൃത്തി സാധ്യമാവില്ല. രക്ഷാകര പ്രവൃത്തി എന്താണ്? ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്റെയും ഇഷ്ടം എന്ന് മനുഷ്യൻ പറയുന്നിടത്താണ് രക്ഷ, മനുഷ്യന്റെ രക്ഷ. അത് യേശു സാധ്യമാക്കണമെങ്കിൽ യേശു ക്രിസ്തു രണ്ട് വില്ലുണ്ടാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. രക്ഷയുടെ കണ്ണിലൂടെ കണ്ടു കഴിഞ്ഞാൽ ഈ ക്രിസ്റ്റോളജിയിൽ സകല രഹസ്യങ്ങളിൽ നമുക്ക് മാറ്റാൻ സാധിക്കും. യേശു ക്രിസ്തു രണ്ട് വില്ലുണ്ട്, ദൈവിക വില്ലും മാനുഷിക വില്ലും. ഓക്കെ. അപ്പോൾ സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് മാനുഷിക വില്ലാണോ? ഓക്കെ. സ്വർഗത്തിന് വേണ്ടി നമുക്ക് മാധ്യസ്ഥം വഹിക്കുന്നത് മനുഷ്യനായ യേശു ക്രിസ്തുവാണ്. പക്ഷെ മനുഷ്യനായ യേശു ക്രിസ്തുവിൽ നിന്ന് ദൈവവചനമാകുന്ന പുത്രൻ തമ്പുരാനെ ഇപ്പോൾ അടർത്തിയെടുക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അത് അടർത്തിയെടുക്കാൻ പറ്റില്ല, വേർതിരിക്കാൻ പറ്റില്ല. വചനമാകും ദൈവം മനുഷ്യപുത്രനായ യേശു ക്രിസ്തുവിൽ നിന്ന് വിട്ടുപിരിയുന്നില്ല. അപ്പൊ നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം, അതാണ് നമ്മെ ലോകത്തുള്ള സകല മനുഷ്യരെയും, നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു ആൾ ചോദിച്ചല്ലോ, അജ്ഞാത മാർഗത്തിലൂടെ എല്ലാ മനുഷ്യരെയും ദൈവം തന്നിലേക്ക് അടുപ്പിക്കുമെന്ന് വചനത്തിൽ പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ സഭ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടി ഒന്നും കൂടി ഈ ഒരു സംഭവത്തിന് ഒന്നുകൂടി എന്താ പറയാ വികസിപ്പിച്ചിട്ട് ഒരു ന്യായം കണ്ടതാണ്. അതായത് സകല മനുഷ്യർക്കും വേണ്ടി ക്രിസ്തു ദൈവ മനുഷ്യനായി. എന്തിനാണ് ദൈവം മനുഷ്യനായത്? മനുഷ്യനെ ദൈവമാക്കാൻ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ദൈവം മനുഷ്യനായത് മനുഷ്യനെ ദൈവമാക്കാൻ. തോമസ് അക്വീനസിന്റെ പ്രബോധനം അത്. അതായത് ദൈവം മനുഷ്യനാകുമ്പോൾ മനുഷ്യരിൽ മനുഷ്യാത്മാവും എടുത്തപ്പോൾ സകല മനുഷ്യർക്കും ദൈവത്തിലൊരു പങ്കുപറ്റാണ്. അപ്പൊ നമ്മുടെ വീഴ്ച വീണിട്ടുണ്ടെങ്കിൽ, ആദം വീണ പോലെ വീണിട്ടുണ്ടെങ്കിൽ, നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ, നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു മധ്യസ്ഥനുണ്ട്, മനുഷ്യനായ യേശു ക്രിസ്തു. ഇതാ ഒരു മനുഷ്യനിരിക്കുന്ന അവിടെ. അപ്പൊ നമുക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ മധ്യസ്ഥം വഹിക്കുന്നത് പുത്രൻ തമ്പുരാൻ മനുഷ്യനെന്ന നിലയിലാണ്. യേശു ക്രിസ്തുവിന്റെ മോചനത്തിരിക്കും ശരീരം, ആത്മാവ്, രക്തം, ജലം, രക്തം, ആത്മാവ് അത് നൽകിക്കൊണ്ടാണ്. അത് ഞാൻ രക്ഷയുടെ ക്ലാസിനെ പറ്റി പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം. ഇപ്പൊ നമുക്ക് സ്വർഗത്തേക്ക് കയറിച്ചെല്ലാം, കാരണം അവിടെ മനുഷ്യനായ യേശു ക്രിസ്തു ഉണ്ട്. അവന്റെ യേശു ക്രിസ്തുവിന്റെ ആ ക്രെഡിറ്റ്, യേശു ക്രിസ്തു നേടിയെടുത്തിരിക്കുന്ന നന്മ, ആ നന്മയാണ് നമ്മെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനുള്ള ന്യായീകരണം, നീതി. ഇല്ലെങ്കിൽ പാപിയായി നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്ത് നീതിയാണുള്ളത്? യേശു ക്രിസ്തുവിന്റെ യോഗ്യതയാണ് നമ്മുടെ യോഗ്യത. അതാണ് ദൈവത്തിന് മനുഷ്യർക്കിടയിൽ ഒരേ ഒരു മധ്യസ്ഥനുള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. മനുഷ്യനായതുകൊണ്ടാണ് നമുക്ക് അവിടെ നിലനിൽപ്പുള്ളത്. അത് രക്ഷയ്ക്ക് മനുഷ്യാവതാരം എടുക്കുന്നതിന്റെ കാര്യം. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ഒരേ ഒരു മധ്യസ്ഥനെ ഉള്ളൂ എന്ന സ്ഥിതി. പിന്നെ എന്തുകൊണ്ട് വിശുദ്ധരോടൊക്കെ മധ്യസ്ഥം അപേക്ഷിക്കുന്നു? വിശുദ്ധരോടുള്ള മധ്യസ്ഥം യേശുക്രിസ്തുവിന്റെ മധ്യസ്ഥം വ്യത്യാസമുണ്ട്. പലപ്പോഴും നമ്മൾ കരുതുന്നത് വിശുദ്ധരും മധ്യസ്ഥം വഹിക്കുന്നത് പോലെയാണ് യേശുക്രിസ്തു മധ്യസ്ഥം വഹിക്കുന്നത്. അല്ല. യേശുക്രിസ്തുവിന്റെ മധ്യസ്ഥം എന്ന് പറയുന്നത് മനുഷ്യകുലത്തെ ദൈവവുമായി ഒന്നിപ്പിക്കുക, അതിനെ നിരപ്പാക്കുക, അനുരഞ്ജിപ്പിക്കുക എന്നുള്ള വസ്തുതയാണ്. മനുഷ്യകുലം വീണിരിക്കുന്നു, സ്വർഗം പരിശുദ്ധിക്ക് നിൽക്കുന്നു, മനുഷ്യൻ അശ്രദ്ധയിൽ പാപത്തിൽ നിൽക്കുന്നു. അപ്പൊ ഇതിനെ ഒരു മനുഷ്യൻ തന്റെ യോഗ്യത ഉപയോഗിച്ചുകൊണ്ട് താഴെ നിന്ന് എടുത്ത് മുകളിലോട്ട് ദൈവത്തിന്റെ സ്വർഗീയ പരിശുദ്ധിയോടൊപ്പം എത്തിക്കുന്നു. അതാണ് ദൈവരാജ്യം. ഇതാണ് യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തി. എന്നാൽ വിശുദ്ധന്മാരങ്ങനെയല്ല.
വിശുദ്ധന്മാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മെ പോലെ ജീവിച്ചു പോയ മനുഷ്യരാണ്. നമ്മളൊരു വ്യക്തിയോട് പ്രാർത്ഥന സഹായം ചോദിക്കുകയാണ്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? അപ്പൊ ആ വ്യക്തി ശരിയാണെന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇത് ബന്ധുസാറൊക്കെ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. ജീവിച്ചിരിക്കുന്ന എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥന സഹായം ചോദിക്കുകയും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മുടെ പ്രാർത്ഥന അവന്റെ നിയോഗം കൂടി ഉൾപ്പെടുത്തി നമ്മൾ നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോലെ. എന്തിനാ നമ്മൾ പറയേണ്ട ആവശ്യം? നമ്മുടെ ഒരു സൗഹൃദവും സ്നേഹവും കൂടി അവ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥനയിൽ ഓർക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇത് മരിച്ചതിന് ശേഷം പറ്റില്ല എന്നാണ് ചോദ്യം. ജീവിച്ചിരിക്കുമ്പോൾ പറ്റുന്നുള്ള കാര്യം ബൈബിൾ ഉടനീളം ഉണ്ട്. അതിന് ഉദാഹരണം പറയാം. കാനായിലെ കല്യാണത്തിന് മറിയം മധ്യസ്ഥം വയ്ക്കുന്നു, തലവാത രോഗിക്ക് വേണ്ടി അവിടെയുള്ള ആളുകൾ മധ്യസ്ഥം വയ്ക്കുന്നു, ഒരു ഒരു വിജാതിയൻ ഭൃത്യനെ സുഖപ്പെടുത്തുവാനായി, ഒരു റോമൻ സൈന്യാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്താനായിട്ട് യേശു ക്രിസ്തുവിന്റെ അടുത്ത് ഭൃത്യൻ വന്ന് ചോദിക്കുന്നു. ആ ഭൃത്തിന് വേണ്ടി ശതാധിപൻ വന്ന് ചോദിക്കുന്നു ഭൃത്തിന് വേണ്ടി. ആ ശതാധിപന് വേണ്ടി യഹൂദർ മധ്യസ്ഥം വയ്ക്കുന്നു. കാനാകാരിയായ സ്ത്രീക്ക് വേണ്ടി യേശു ക്രിസ്തു ശിഷ്യന്മാരും മധ്യസ്ഥം വയ്ക്കുന്നു. അങ്ങനെ ജീവിച്ചിരിക്കുന്നവരെ മധ്യസ്ഥം ബൈബിളിൽ കാണാൻ പറ്റും. പക്ഷെ മരിച്ചു കഴിഞ്ഞാലോ മധ്യസ്ഥം വയ്ക്കാൻ പറ്റില്ല എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു. അതുവരെ പാതാളത്തിൽ കിടക്കുന്ന ആത്മാക്കൾ മുഴുവൻ ഇപ്പൊ സ്വർഗത്തിലാണ്. യേശു ക്രിസ്തുവിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നതെന്നാണ് കൊളോസസ് 3:3 പറയുന്നത്. അതായത് അവർ മരിച്ചവരെല്ലാവരും ജീവിക്കുന്നവരാണ്. അതാണ് യേശു ക്രിസ്തു പഠിപ്പിക്കുന്നത്. അവർ മരിച്ചവരുടെ ദൈവമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണെന്നാണ് മോശയോട് ദൈവം തന്നെ വെളിപ്പെടുത്തിയത്. അപ്പം അബ്രാഹം ഇസ്ഹാക്ക് യാക്കോബോട് ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്ന ഈ മനുഷ്യന്മാർ ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുമ്പോൾ, ദൈവവുമായി ബന്ധത്തിലായിരിക്കുമ്പോൾ അവർക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൂടെ? ഭൂമിയിലുള്ള മനുഷ്യർക്ക് പ്രാർത്ഥിക്കാമെങ്കിൽ അവർക്ക് മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ചൂടെ? അപ്പൊ അതെന്താണ് ആ പ്രാർത്ഥന? യേശു ചെയ്ത പ്രവൃത്തിയല്ല, മറിച്ച് നാം പരസ്പരം പ്രാർത്ഥിക്കുന്നത് പോലെ അവർ നമുക്ക് വേണ്ടി മരണശേഷവും നമുക്ക് വേണ്ടി മധ്യസ്ഥം വെച്ച്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ സഹായങ്ങളും ഒക്കെ അവരും അവരുടെ ജീവിത സാഹചര്യത്തിൽ കടന്നു പോയതുപോലെ നമ്മൾ കടന്നു പോകുമ്പോൾ അവരും ആ വേദന മനസ്സിലാക്കിക്കൊണ്ട് പുത്രൻ തമ്പുരാന്റെ അടുത്ത് നമ്മുടെ പ്രാർത്ഥനയോടൊപ്പം അവരും പ്രാർത്ഥിക്കുന്നു. ഇതാണ് ആ മധ്യസ്ഥം. പക്ഷെ യേശു ഇതല്ല. യേശു മനുഷ്യകുലത്തെ ഒന്നാകെ ദൈവവുമായുള്ള പരിശുദ്ധിയിലേക്ക്, അശുദ്ധിയിൽ വീണ മനുഷ്യകുലത്തെ അവന്റെ നന്മ പ്രവൃത്തി കൊണ്ട്, അവന്റെ സഹനം കൊണ്ട് എടുത്തുയർത്തി ഒന്നിപ്പിക്കുകയാണ്. അതിന്റെ പൂർണ്ണത ലോകാവസാനത്തിൽ കാണാം. ലോകാവസാനത്തിൽ ഇതെല്ലാം പുതിയ ആകാശം പുതിയ ഭൂമിയെ രൂപാന്തരപ്പെടുമ്പോഴാണ് അതിന് പൂർണ്ണതയാവുന്നത്. അതും ഇതും ഒരു വലിയ വ്യത്യാസമുണ്ട്. ഇതിന് പുണ്യന്മാർ ഐക്യമെന്നാണ് പറയുന്നത്, മറ്റൊന്നിന് അനുരഞ്ജിപ്പിക്കലാന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ വേറൊരു സംശയമുണ്ട്. അതായത് യേശു ജനിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പാതാളം അല്ലെങ്കിൽ പറുദീസ സ്വർഗത്തിലേക്ക് ആകുന്നതിന് മുമ്പ്, യേശു ജനിക്കുന്നതിന് മുമ്പ്, അതായത് അന്ന് ആ സമയങ്ങളിൽ മരിച്ചവർ, അല്ലെങ്കിൽ ആദം മുതൽ യേശു ജനിക്കുന്നതിന് മുമ്പ് വരെ മരിച്ച ആത്മാക്കള് ശുദ്ധീകരണ സ്ഥലം പോലെയുള്ള പീഡകളൊന്നും അനുഭവിക്കാതെ സുഖമായിട്ട് പാതാളത്തിൽ ഇരിക്കുമായിരുന്നോ? അങ്ങനെയായിരുന്നെങ്കിൽ അവര് ഒത്തിരി ഭാഗ്യം ചെയ്തവരല്ലേ? ശുദ്ധീകരണ സ്ഥലമൊന്നും ഇല്ലാതെ റെസ്റ്റ് എടുത്തിട്ട് നേരെ സ്വർഗത്തിലോട്ട് പോയി, അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ശുദ്ധീകരണ സ്ഥലം, ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മളായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്, ദൈവത്തിന്റെ കൂടെയാണെങ്കിൽ സ്വർഗം, ദൈവത്തിന്റെ കൂടെ അല്ലെങ്കിൽ സുഖമായിട്ട് ഇരിക്കണമെന്നല്ല. മനസ്സിലാവുന്നുണ്ടോ? ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ലല്ലോ, ദൈവത്തിന്റെ അടുത്തേക്ക് എനിക്ക് പോകണം, എന്റെ ആത്മാവിന് പോകണം. അപ്പൊ ആ പോകുന്ന അവസ്ഥ ദൈവത്തെ മുന്നിൽ കാണുന്നു, ദൈവത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നു. ആ അവസ്ഥയാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത്. അല്ലാതെ പീഡിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലമല്ല. എന്നിലുള്ള പാപത്തിൻ്റെതായ മേഖലകളെല്ലാം കൊഴിഞ്ഞുപോയി അഗ്നിയിലൂടെ ഞാനാണ് പ്രവേശിക്കുന്നത്. അത് അഗ്നിയിലൂടെ പ്രവേശിക്കുന്നത് പറഞ്ഞാൽ ദൈവത്തെ കാണുന്നു, ആ ദൈവത്തിലേക്ക് ഞാൻ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് ടൈം പിടിക്കുമ്പോൾ എന്റെ ആത്മാവ് പിടയാണ് വേദനിച്ചിട്ട്. അതിനെയാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. അപ്പോൾ നൂറ്റാണ്ടുകളോളം ദൈവത്തെ കണ്ടുമുട്ടാതെ പാതാളത്തിൽ വസിക്കുന്ന ആത്മാക്കളുടെ വേദന എന്ന് പറയുന്നത് എത്ര വലുതായിരിക്കും. അവർ കാത്തിരിക്കുകയാണ്, യേശുക്രിസ്തു കുരിശിൽ തൂങ്ങി മരിക്കും, എന്നെ ഇപ്പോൾ കൊണ്ടുപോകും, എനിക്ക് വേണ്ടി ഒരു രക്ഷകൻ വരും. ഭൂമിയിലുള്ള മനുഷ്യൻ മാത്രമല്ല, മരിച്ചു പോകുന്ന ഓരോ ആത്മാക്കളും, ആദം മുതൽ
യേശുക്രിസ്തുവിന്റെ കുരിശുമരണം വരെയുള്ള ഓരോ ആത്മാക്കൾക്കും ദൈവത്തെ മുഖാഭിമുഖം കാണാൻ, സ്വർഗം അനുഭവിക്കാൻ സാധിക്കുന്നില്ലെന്ന് പറയുന്ന വിഷമം, ആത്മാവ് അനുഭവിക്കുന്ന പീഡ എന്ന് പറയുന്നത് നരകത്തോളം തുല്യമാണ്. നരകത്തിൽ എന്താണുള്ളത്? ദൈവമില്ലാത്ത അവസ്ഥ. ആ അവസ്ഥയിലാണ് അവരായിരിക്കുന്നത്. അതുകൊണ്ടാണ്. പക്ഷെ അവർക്ക് പ്രത്യേക യേശുക്രിസ്തുവിന്റെ രക്ഷയാണ്. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെ അവർ കാത്തിരിക്കുകയാണ്. യേശുക്രിസ്തു കുരിശിൽ മരിച്ചില്ലെങ്കിൽ അവരുടെ ഗതി എന്ന് പറയുന്നത് നരകാണ്. അപ്പൊ അവരുടെ ദൈവത്തെ കാണാൻ പറ്റാത്ത വലിയൊരു ദുഃഖത്തിലും അവസ്ഥയിലുമാണ് പാതാളത്തിലുള്ള ആത്മാക്കൾ. അവർ ശുദ്ധീകരണ സ്ഥലം എന്നല്ല പറയുന്നത്, ശരിക്കും നരകപാതാളം എന്നാണ് പറയുന്നത്. നരകപാതാളം, നരകത്തിന്റെ മേൽത്തട്ട് എന്നൊക്കെ പറയാൻ കാരണം അതാ. അവരനുഭവിക്കുന്ന പീഡ എന്ന് പറയുന്നത് ദൈവത്തെ കാണാൻ പറ്റുന്നില്ലല്ലോ. യേശു കുരിശു തൂങ്ങി മരിക്കുന്നവരെ ഇവിടെ കിടക്കണമല്ലോ. യേശു കുരിശ് മരിക്കുന്ന മരണ രക്ഷാകര കർമ്മത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. നരകത്തിലെ ഒരാത്മാവും ദൈവത്തെ കാണാതെ എങ്ങനെ പിടയുന്നു, അതുപോലെ ഇവർ ദൈവത്തെ കാണാതെ പിടയുന്നു. അതിനെയാണ് പാതാളത്തിൽ സ്വസ്ഥമായിരിക്കുന്നു എന്ന് യാക്കോബ് തന്റെ ഇതിൽ പറയുന്നത്, പ്രാർത്ഥനയിൽ പറയുന്നത്. സാമൂഹ്യ പ്രവാചകൻ സാമൂഹിനോട് പറയുന്നത്, ഞാൻ പാതാളത്തിൽ സ്വസ്ഥമായിട്ടിരിക്കുന്നത് എന്നെ വിളിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവിടെ സ്വസ്ഥ എന്ന് പറഞ്ഞാൽ അത്ര സ്വസ്ഥ എന്നല്ല, ഈ ആത്മാവ് ദൈവത്തെ കാണാതെ കാത്തിരിക്കുന്നതിന് കാത്തിരിപ്പാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു വരുമ്പോൾ ആദം പാടുന്നത്, നീ ഞങ്ങളെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നതിനും ആത്മാക്കളെ രക്ഷിക്കുന്നതിനുമാകുന്നുവല്ലോ. അപ്പൊ ശുദ്ധീകരണ സ്ഥലം പിന്നെയും ഭേദാ ഞാൻ പറയുകയാണെങ്കിൽ. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിലേ നമ്മുടെ ഏലിയ പ്രവാചകനും പിന്നെ വേറെ രണ്ടുപേരും ഒക്കെ ജീവനോടെ സ്വർഗത്തിലോട്ട് പോയല്ലോ. അതൊക്കെ ആരുടെ യോഗ്യത കൊണ്ടുപോയത്? ഓക്കെ, അതും യേശുക്രിസ്തുവിന്റെ യോഗ്യതയിൽ തന്നെയാണ് അവർക്കും പോകാൻ പറ്റുള്ളൂ. നിയമവും പ്രവാചകന്മാരും എന്ന രീതിയിലാണ് മോശയെയും ഏലിയയും എടുക്കുന്നത്. ഏനോക്കും പോയിട്ടുണ്ട്, ബൈബിളിൽ കാണുന്നത് എടുത്തു എന്ന് കരുതപ്പെടുന്നുണ്ട്. അത് യേശുക്രിസ്തുവിന്റെ യോഗ്യതയിൽ തന്നെ പോകുള്ളൂ. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയുടെ മുന്നാസ്വാദനാണ്. പരിശുദ്ധ കന്യക മറിയം അമ്മയായി ജനിക്കുന്നത് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ മുന്നാസ്വാദനമാണ്. അതുകൊണ്ടാണ് മറിയം ഇങ്ങനെ പറയുന്നത്, ഞാൻ എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അപ്പൊ മറിയത്തിന്റെയും രക്ഷകൻ ആരാണ്? യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന്റെ കുരിശുമരണമാണ് മറിയത്തിന്റെയും അമലോത്ഭവ ജനനത്തിന്റെ അടിസ്ഥാനപരമായ കാരണം. അല്ലാതെ മറിയത്തിന്റെ ഗുണമൊന്നുമല്ല. അപ്പൊ ഇവർ ആര് ഇപ്പോ മോശയും ഏലിയായും സ്വർഗത്തിൽ പോയതായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ഹെനോക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് മോശയുടെ ശരീരത്തെ പ്രതി പിശാച് മിഖായേലും മാലയ്ക്കുമേ കലഹിച്ചു എന്നൊക്കെ നമ്മൾ കാണുന്നത് യൂദായുടെ ലേഖനത്തിൽ. കാരണം അവർ യോഗ്യതയിലുള്ള ഇതിനെ കൊണ്ടുപോകണമെന്ന ചോദ്യം. പക്ഷെ അവിടെ മൃതശരീരത്തെ മാലാഖമാർ എടുത്തുകൊണ്ട് പോവുകയാണ്. കാരണം ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ മുന്നാസ്വാദനമായ യോഗ്യത എടുക്കുന്നത് ഇവരെ മാത്രം. അത് താബോർ മലയിൽ യേശുക്രിസ്തു വരിയിലേക്ക് അവർ കടന്നു വരുന്നുണ്ട്, മോശയും ഏലിയായും. അപ്പൊ മറിയത്തിന്റെ അമലോത്ഭവത്വമായിക്കൊള്ളട്ടെ, മോശയും ഏലിയയും ആയിക്കൊള്ളട്ടെ, ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തികളെ മുകളിലോട്ട് സ്വർഗീയ സന്നിധിയിൽ കെടുക്കുകയാണ്. പക്ഷെ അവരെത്രത്തോളം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ആദ്യമായി കയറുന്നത് ക്രിസ്തുവാണെന്ന് തന്നെ ബൈബിൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മളതിനെപ്പറ്റി ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് അവരെ സ്വർഗത്തിലേക്ക് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യത മുന്നാസ്വാദനമായി നൽകി സ്വീകരിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ. അതാണ് നമ്മൾ മറിയത്തിന്റെ അമലോത്ഭവത്തിൽ പറയുന്നത്. ഓക്കെ, മറിയത്തെ ആര് രക്ഷിച്ചു എന്ന് ചോദിക്കുമ്പോൾ യേശുക്രിസ്തുവാണ് മറിയത്തെ രക്ഷിച്ചത്. എന്റെ രക്ഷകന്റെ അങ്ങനെയാ പറയുന്നത്, അല്ലെ? മറിയത്തെ സ്വസ്ത്രഗീതത്തിൽ പറയുന്നത്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? കരയുകയും ചിരിക്കുകയും വിശക്കുകയും ചെയ്യുന്ന യേശുക്രിസ്തു എങ്ങനെ ദൈവമാകും? ഓക്കെ, ഇത് പലപ്പോഴും ഇസ്ലാമിസ്റ്റുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കരയുകയും ചിരിക്കുകയും വിശക്കുകയും ചെയ്യുന്ന ദൈവം മനുഷ്യൻ. അപ്പൊ യേശുക്രിസ്തു എങ്ങനെയാണ് ദൈവമാകുന്നത്? ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല, ദൈവത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്കത്. അപ്പോ യേശുക്രിസ്തു കരയുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, മയങ്ങുന്നുണ്ട്. നമുക്കറിയാം, വഞ്ചിയിൽ മയങ്ങുന്നത് ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. യേശുക്രിസ്തു ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നതാണ് യേശുക്രിസ്തു. ഈ ഒരു വിഷയം നമ്മുടെ ഉള്ളിൽ വ്യക്തമായിട്ടുണ്ടാവണം. മനുഷ്യാവതാരം ചെയ്തു കഴിഞ്ഞ പിന്നെ ദൈവിക സ്വഭാവം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പച്ച മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച് ജീവിച്ച്
മരിച്ച് ഉയർത്തെഴുന്നേൽക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാരുടെ കൂടെ നടക്കുന്ന യേശു ക്രിസ്തു കരയുകയും ചിരിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്ന ആ മനുഷ്യൻ, അവൻ ദൈവമാണ്. കാരണം ദൈവമായി ഭൂമിയിൽ ജീവിച്ച് കാണിച്ചു തരാനല്ല, ഒരു മനുഷ്യൻ എങ്ങനെ ദൈവിക മകനായി ഭൂമിയിൽ ജനിച്ച് ജീവിക്കണം എന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു മനുഷ്യാവതാരം എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പച്ച മനുഷ്യൻ എങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെയാണ് യേശു ക്രിസ്തു ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഉറങ്ങുന്നുണ്ട്, കരയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. കാരണം യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനാണ്. ഈ ഒരു വസ്തുത നമ്മുടെ ഉള്ളിൽ വരണം. പലപ്പോഴും പരിശുദ്ധ തൃത്വത്തെ പറ്റി പറയുമ്പോൾ ഈ ഒരു യേശു ക്രിസ്തുവിന്റെ ക്രിസ്റ്റോളജി, ഈ വിഷയം മുന്നോട്ട് വന്നിട്ട് യേശു ക്രിസ്തു വചനമാകുന്ന ദൈവമല്ല മനുഷ്യനാണെന്ന് പറയാണ്. ഇപ്പൊ ഞാനൊരു സംഭവം പറയാം. എൻ്റെ മകള് 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവള് വന്ന് ചോദിച്ചൊരു ചോദ്യം ഇതാണ്. അവളുടെ ക്ലാസ്സിലെ സിസ്റ്റേഴ്സ് അവളെ പഠിപ്പിക്കുന്നു. പഠിപ്പിക്കുമ്പോൾ പ്രാർത്ഥിപ്പിക്കുകയാണ്. പ്രാർത്ഥിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിനക്ക് ആവശ്യമുള്ളതെല്ലാം തരും. ഈ വചനം വായിച്ച് ധ്യാനിച്ചിട്ട് പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നന്നായി പഠിക്കാൻ കിട്ടുമെന്ന് പറയാം. അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് സിസ്റ്റർ പറയുമ്പോൾ ഇവിടെ അടുത്തിരിക്കുന്ന മുസ്ലിം പെൺകുട്ടി അവളോട് പറയുകയാണ്, ഇത് കണ്ടില്ലേ, യേശു ക്രിസ്തു ദൈവമല്ല, യേശു ക്രിസ്തു മനുഷ്യൻ മാത്രമാണ്. ദൈവം വേറെയുണ്ട്, തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് ദൈവം തരും, യേശു ക്രിസ്തു വഴിയേ ഉള്ളൂ എന്ന് പറയാം. അപ്പൊ ഇവിടെ വന്ന് എന്നോട് ചോദിക്കുക, അതെന്ത് ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത്? എന്താണ് കാരണം? ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന യേശു ക്രിസ്തു പച്ച മനുഷ്യനായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ അവൻ ദൈവമാണ്. അവൻ പരിശുദ്ധത്വത്തിലെ രണ്ടാമത്തെ ഹൈപ്പോസ്റ്റാസിസ് ആണ്, വചനമായ ദൈവമാണ്. അപ്പൊ എന്തിനാ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത്? മനുഷ്യൻ എങ്ങനെ ദൈവിക തിരുമുമ്പിൽ ജീവിച്ചു കാണിക്കണം, ഭൂമിയിൽ ജീവിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദം ചെയ്തതിന്റെ നേരെ തിരിച്ച് അനുസരണം കാണിച്ചുകൊണ്ട് എങ്ങനെ പൂർത്തീകരിക്കാം, ഇതാണ് യേശുവിന്റെ ലക്ഷ്യം. അതുകൊണ്ട് യേശു എന്ത് ചെയ്യുന്നു? പച്ച മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ച് കരയുകയും ചിരിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്ന, ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന പച്ച മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കുന്നു. പക്ഷെ അവൻ ദൈവമാണ്. ഓക്കെ, ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചു. യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാകുന്നത് എങ്ങനെ? ഓക്കെ, അപ്പൊ നമുക്ക് വരുന്ന മറ്റു സംശയമാണ്, യേശു മനുഷ്യനാണെന്ന് പറഞ്ഞു, യേശു ദൈവമാണെന്നും പറഞ്ഞു. അപ്പൊ ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും ആകുന്നത് എങ്ങനെ? ഏതെങ്കിലും ഒന്നല്ലേ ആവുള്ളൂ. അപ്പൊ ഇത് മനസ്സിലാക്കണം. മറ്റെല്ലാ കാര്യങ്ങളിലും നമുക്ക് ഓരോന്നിനും ഓരോ സത്തയുള്ളൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഞാൻ മനുഷ്യനാണ്, മനുഷ്യനായിരിക്കുന്ന ഞാൻ തവളയാവില്ല, മനുഷ്യനായിരിക്കുന്ന ഞാൻ കുരങ്ങാവില്ല, മനുഷ്യനായിരിക്കുന്ന ഞാൻ ദൈവവുമാകില്ല. അപ്പൊ ഞാൻ ഒരേ സമയം മനുഷ്യൻ മാത്രമാണ്. ഞാനൊരു പൂർണ്ണ മനുഷ്യനാണ്. എങ്ങനെയാണ് ഞാൻ പൂർണ്ണ മനുഷ്യനായിരിക്കുന്നത്? എനിക്ക് ശരീരവുമുണ്ട്, എനിക്ക് ആത്മാവുമുണ്ട്. ശരീരവും ആത്മാവും ചേർന്നാണ് മനുഷ്യൻ. അപ്പോൾ ആത്മാവ് മാത്രമാണെങ്കിൽ എന്ത് പറയും? അത് മനുഷ്യന്റെ ആത്മാവ്, മനുഷ്യനായിട്ടില്ല, മനുഷ്യന്റെ ആത്മാവ്. ശരീരം മാത്രമാണ് ആത്മാവില്ലെങ്കിലോ മനുഷ്യന്റെ ഡെഡ് ബോഡി, ഇത്ര പറയുള്ളൂ. മനുഷ്യനാണെങ്കിൽ എന്ത് വേണം? ശരീരം പ്ലസ് ആത്മാവ്, ഇത് രണ്ടും ചേർന്നാലാണ് മനുഷ്യനാവുക. അപ്പൊ ഞാൻ പൂർണ്ണ മനുഷ്യനാണ്. അപ്പൊ ഞാൻ മറ്റൊന്നല്ല, ഞാൻ മൃഗമല്ല, ഞാൻ സസ്യമല്ല, ഞാൻ ദൈവമല്ല. ഇനി അപ്പൊ ഞാൻ മനുഷ്യനെന്ന നിലയിൽ എനിക്ക് പൂർണ്ണ ആത്മാവുണ്ട്, പൂർണ്ണ ശരീരവുമുണ്ട്. ഇത് നമ്മൾ മനസ്സിൽ വെച്ചു. ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുകയാണ്. അത് ആരാ അവതരിക്കുന്നത്? പുത്രൻ തമ്പുരാൻ, ഹൈപ്പോസ്റ്റാസിസ് രണ്ടാമത്തത്, വചനമാകുന്ന ദൈവം, ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം മനുഷ്യ അവതാരം എടുക്കുന്നു. മനുഷ്യനാവണം. അപ്പൊ ദൈവമാണ്, ദൈവം മനുഷ്യനാണ്. ദൈവം മനുഷ്യനാവണമെങ്കിൽ എന്ത് വേണം? ഒരു മനുഷ്യ ശരീരത്തെയും മനുഷ്യ ആത്മാവിനെയും സ്വീകരിക്കണം, എന്നാലേ മനുഷ്യനാവുള്ളൂ. അപ്പോ വരുന്നത് ആരാണ്? ദൈവമാണ്. ദൈവത്തെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ദൈവം അല്ലാതാക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ദൈവം ദൈവമാണ്. അപ്പൊ ദൈവമായിരിക്കുമ്പോൾ തന്നെ ദൈവം ഒരു മനുഷ്യനെ തന്നിലേക്ക് സ്വീകരിക്കുകയാണ്.
അപ്പോൾ എന്ത് സംഭവിക്കാണ്? രണ്ട് സത്തയായി, ദൈവിക സത്ത, മാനുഷിക സത്ത. ഇത് നമ്മൾ സ്വഭാവം എന്ന മലയാളത്തിൽ തർജ്ജമ ചെയ്യുന്നത്. എന്താണ്? ദൈവ സ്വഭാവം, മനുഷ്യ സ്വഭാവം. ക്യാരക്ടർ അല്ല ഉദ്ദേശിക്കുന്നത്, ഈ പറയുന്ന സത്താപരമായ മാറ്റത്തെ പറയുന്നത്. ദൈവ സ്വഭാവം, മനുഷ്യ സ്വഭാവം. അപ്പൊ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സ്വഭാവങ്ങളാണ്. അതായത് അവൻ ദൈവമാണ്, അവൻ മനുഷ്യനാണ്. അവൻ പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ മനുഷ്യനാണ്. ദൈവമായതുകൊണ്ടാണ് ഒരേ സമയം ഈ പറയുന്ന രീതിയിൽ ഒരു മനുഷ്യനെ കൂടി തന്നിലേക്ക് ഉൾക്കൊള്ളുവാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യ ശരീരത്തെയും മനുഷ്യ ആത്മാവിനെയും ദൈവം, വചനമാകുന്ന ദൈവം ഉൾക്കൊള്ളാൻ തീരുമാനിച്ചപ്പോൾ ആ മനുഷ്യനെ പൂർണ്ണമായും ദൈവത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ ആ ദൈവം മനുഷ്യനിൽ നിറഞ്ഞു നിൽക്കാൻ തീരുമാനിച്ചായി, നിറഞ്ഞു നിൽക്കുക. അപ്പൊ അത് വിട്ടുപോണില്ല, അതായത് മിക്സ് ആവുന്നില്ല. അതായത് മനുഷ്യന്റെ യേശുക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയുടെ തലഭാഗം ദൈവം, കൈഭാഗം മനുഷ്യൻ, മറ്റേ കൈ ദൈവം, ഒരു കാല് ദൈവം, ഒരു കാല് മനുഷ്യൻ, ഇങ്ങനെ മിക്സ് ആവുന്നില്ല. ഇനി അതുപോലെ തന്നെ വേറിടുന്നില്ല. അതായത് നമ്മൾ നാഗവള്ളി സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്, മണിത്തറത്താഴ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇടയ്ക്ക് നാഗവള്ളി വരും, ഇടയ്ക്ക് ശോഭന വരും, നായിക വരും, ഗംഗ വരും, അങ്ങനെ മിക്സ് ചെയ്ത് വരും. അങ്ങനെയും ആകുന്നില്ല. പിന്നെന്താണ്? ദൈവം മനുഷ്യനിൽ പൂർണ്ണമായി ആവസിച്ചു. വചനമാകുന്ന ദൈവം, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ വരും എന്ന് പറഞ്ഞപ്പോൾ വചനമാകുന്ന ദൈവം മറിയത്തിന്റെ ഉദരത്തിൽ നിന്ന് ഉൽപ്പാദിതമായ ഒരു ശരീരത്തിലും ഒരു മനുഷ്യാത്മാവിലും പൂർണ്ണമായി ആവസിക്കാം. അത് വിട്ടുപോകാതെ വണ്ണം ദൈവം അതിൽ നിറഞ്ഞു നിൽക്കും. ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതിന് പറയുന്ന പേരാണ് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. പരിശുദ്ധ തൃത്വം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇതേപോലെ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിലാണ്, വിട്ടുപോകുന്നില്ല. ഇതേപോലെ തന്നെ പുത്രൻ തമ്പുരാൻ ഒരു മനുഷ്യനെ സ്വീകരിച്ചപ്പോൾ മനുഷ്യനെയും മനുഷ്യാത്മാവിനെയും തന്നിലേക്ക് ആദാനം ചെയ്തു. അങ്ങനെ ആദാനം ചെയ്തപ്പോൾ അവിടെ ഒരു ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ അവിടെ ഉണ്ടാവുകയാണ്. പൂർണ്ണ ദൈവം ഒരു പൂർണ്ണ മനുഷ്യനുമായി മിക്സ് ചെയ്യാതെയും കലർപ്പില്ലാതെയും, പിന്നെ മറ്റൊരു വാക്കി പറഞ്ഞാൽ വിട്ടുപോകാതെയും വേർപിരിയാതെയും അങ്ങനെ ഒന്നായി നിൽക്കുന്നതാണ് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ ആയി പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി നിൽക്കുക. അപ്പൊ നമുക്ക് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സാധനം പറയാണ്, പൂർണ്ണമായ അർത്ഥത്തിലല്ല, ഗസ് ചെയ്യാൻ വേണ്ടി മാത്രം. ഇപ്പൊ എന്റെ ശരീരത്തിനുള്ളിൽ എന്റെ ആത്മാവുണ്ട്. അപ്പൊ എന്റെ ശരീരവും എന്റെ ആത്മാവും മിക്സ് ആയിട്ടാണോ? എന്റെ തലഭാഗത്ത് ആത്മാവ്, കൈ ഭാഗത്ത് ആത്മാവ്, അങ്ങനെയാണോ? അല്ല. ഞാൻ എവിടെയുണ്ടോ അവിടെയൊക്കെ എന്റെ ആത്മാവുണ്ട്. ഞാൻ എവിടെയുണ്ടോ അവിടെയൊക്കെ എന്റെ ശരീരവുമുണ്ട്. അപ്പൊ എന്റെ ശരീരവും എന്റെ ആത്മാവും കൂടി ഒന്നായിരിക്കുന്നത് എന്നിൽ തന്നെയാണ്. എന്നത് വേർപിരിയോ? മരിക്കുമ്പോൾ വേർപിരിയും, ശരീരം ആത്മാവുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇപ്പൊ വേർപിരിക്കുന്നില്ല, ഒന്നായി നിൽക്കുകയാണ്. ഇതേപോലെ ആ മനുഷ്യനിൽ പൂർണ്ണമായും വചനമാകുന്ന ദൈവം നിറഞ്ഞു നിൽക്കുക. അതിന് പറയുന്ന പേര് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. അപ്പോൾ ഇത് മനസ്സിലാക്കണം, ഒരു ശരീരവുമുണ്ട്, ഒരു ആത്മാവുമുണ്ട്, പിന്നെന്താണ്? അപ്പൊ മനുഷ്യനായി, അപ്പൊ മാനുഷിക സത്തയുണ്ട് എന്നർത്ഥം. പോരാത്തതിന് ദൈവവുമാണ്, വചനമാകുന്ന ദൈവമാണ്. വചനമാകുന്ന ദൈവത്തിനെ പറ്റി, തൃത്വത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ പറഞ്ഞു, വചനമാകുന്ന ദൈവം എവിടെയുണ്ടോ അവിടെ പിതാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. സ്വർഗം വിട്ടിറങ്ങി തന്നെ ശൂന്യവൽക്കരിച്ച് മനുഷ്യനായി അവതരിച്ചു. ഇതാണ് യേശു ക്രിസ്തു. അപ്പൊ ഇത് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിലാണ്. ഇത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനാന്ന് പറയുമ്പോൾ, ഒരു ഹെരസിയുടെ ഭാഗമായിട്ട് വരുന്ന വിഷയങ്ങളാണ്. ഈ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിലാണ് യേശു ക്രിസ്തു ആയിരിക്കുന്നത്, ദൈവവും മനുഷ്യനും എന്ന് പറയുമ്പോൾ ഇവിടെ കടന്നു വരുന്നത് മരിയോളജിയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ഉൽപാദിതമായ ഒരു മനുഷ്യ ശരീരത്തിൽ വചനമാകുന്ന ദൈവം ആവസിക്കുമ്പോൾ ആ മനുഷ്യ കുഞ്ഞ് ദൈവമാണ്, വിട്ടുപിരിയാത്തൊരു ദൈവമാണ്, മനുഷ്യന് വിട്ടുപിരിയാത്തൊരു ദൈവമാണ്. അങ്ങനെയുള്ള ആ മനുഷ്യ കുഞ്ഞ് ദൈവമാണ്, യേശു ക്രിസ്തു ദൈവമാണ്. ആ ദൈവത്തെ അമ്മയുടെ ഉദരത്തിൽ മറിയം 9 മാസം കൊണ്ടു നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഗർഭത്തിൽ വഹിച്ചത് ദൈവത്തെയാണ്, അവൾ പ്രസവിച്ചത് ദൈവത്തെയാണ്. അതുകൊണ്ട് മറിയം ദൈവമാതാവാണ്. ഇതാണ് അതിന്റെ പ്രാധാന്യം. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ
എന്ന് പറഞ്ഞതിന്റെ പ്രാധാന്യം കിടക്കുന്നതാണ്. അതിന് കാൽസിലൂടെയും സൂനോസിലെ സഭ പഠിപ്പിക്കുന്ന വിഷയം. കാരണം എന്താണ്? മനുഷ്യനിൽ നിന്ന് വേർപ്പെടുന്ന രീതിയിലല്ല ദൈവവചനം അവളിൽ ആ യേശു ക്രിസ്തുവിൽ സന്നിഹിതമായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉത്പാദിതമായ മനുഷ്യ കുഞ്ഞ് ദൈവമാണ്. അവൾ കൊണ്ടു നടന്നതും ദൈവത്തെയാണ്, അവൾ പ്രസവിച്ചതും ദൈവത്തെയാണ്. ദൈവത്തെ പ്രസവിച്ചത് ആയതുകൊണ്ട് മറിയം ദൈവമാതാവാണ്. ഇതാണ് പരിശുദ്ധ കന്യാമറിയം ദൈവമാതാവാണ് എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന വിഷയം. അപ്പൊ ക്രിസ്റ്റോളജി, ക്രിസ്തു വിജ്ഞാനീയം പഠിക്കുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ ദൈവം പഠിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ദൈവത്വത്തെ നമ്മൾ അവതരിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കടന്നു വരുന്നത്? ഒരു ഈ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ മനസ്സിലാക്കുമ്പോഴാണ് മറിയത്തെ ദൈവ മാതാവായി അംഗീകരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് മരിയോളജി എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്ര ശാഖ തുടക്കം കുറിക്കുകയാണ്. ഓക്കെ, ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാൻ ജീവൻ. ആദം ജനിക്കുന്നതിന് മുമ്പ് യേശു ക്രിസ്തു ഉണ്ടായിരുന്നോ? ആദ്യത്തെ സൃഷ്ടിച്ച യേശുവിന്റെ ഛായയിലാണോ? ഓക്കെ ഓക്കെ, ഇതെന്തെന്ന് അറിയാമോ? ഈ ഒരു ഹെരസിക്ക് കാരണം മാതാവിനെ തള്ളി പറയുന്നു. ദൈവമാതാവല്ല, വാടക ഗർഭധാരണമാണ് എന്ന് പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ആ ഒരു ഹെരസിയുടെ ഭാഗമാണ് ആദത്തിന് മുമ്പ് യേശു ക്രിസ്തു ഉണ്ടോ എന്നുള്ള ചോദ്യം. അപ്പൊ ഇവരിത് മറിയത്തിനെ അംഗീകരിക്കാതിരിക്കാനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ കന്യാമറിയത്തിനുള്ള ഒരു ശത്രുതയല്ല അവരെ മറിയത്തെ വേണ്ട എന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കാരണമാക്കുന്നത്. മറിച്ച് അവരുടെ ക്രിസ്തു, അവർ പറയുന്ന യേശു ക്രിസ്തു മനുഷ്യനല്ല എന്നുള്ളതാണ് അവരുടെ വിഷയം. അതായത് അവർ പറയുകയാണ്, മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചിട്ടല്ല യേശു ക്രിസ്തു മനുഷ്യനാവുന്നത്, മറിച്ച് ആദം ജനിക്കുന്നതിന് മുമ്പേ യേശു ക്രിസ്തു ഉണ്ടായിരുന്നു. അത് സെലസ്റ്റിഷ്യൽ ബോഡി എന്നാ പറയുന്നവര്. മീശയും താടിയൊക്കെ ഉള്ള ഒരു യേശു ക്രിസ്തു ആദത്തിന് മുമ്പേ ഉണ്ടായിരുന്നു. അപ്പൊ യേശു ക്രിസ്തു മനുഷ്യനായിട്ട് തന്നെ ഏറ്റവും ആദ്യമേ തന്നെ ദൈവത്തിന്റെ ഉള്ളിൽ മനുഷ്യനുണ്ട്. ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കാൻ, എന്നിട്ട് ഈ യേശു ക്രിസ്തുവിന്റെ മുഖഛായയിൽ ആദത്തിനെ സൃഷ്ടിച്ചു. ഇതാണ് അവർ പറയുന്ന കാര്യം. അപ്പൊ ഇതൊരു ഹെരസിയാണ്. ഇത് ഹെരസി എന്ന് പറഞ്ഞാൽ ഇത് തെറ്റായിട്ട് പറഞ്ഞാണ്. ഇത് വരാനുള്ള കാരണം, വരാനിരിക്കുന്നവന്റെ പ്രതിരൂപമാണ് ആദം. വരാനിരിക്കുന്നവന്റെ പ്രതിരൂപം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ പ്രതിരൂപമാണ് ആദം എന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് പൗലോസ് പറയുന്നുണ്ട്, 5-ാം അധ്യായത്തിലെന്നല്ല ഓർമ്മ. അപ്പൊ വരാനിരിക്കുന്നവൻ ആരാണ്? യേശു ക്രിസ്തു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പ്രതിരൂപമാണ് ആദം. ചായയിൽ സാദൃശ്യത്തെ പറ്റി പറയുന്നത് എങ്ങനെയാണ്? അതുപോലെ സഭാപിതാക്കന്മാരും പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിന്റെ ചായയിലും സാദൃശ്യത്തിലാണ് ആദം സൃഷ്ടിച്ചത്. പക്ഷെ അവിടെ പ്രത്യേകിച്ച് വരാനിരിക്കുന്നവന്റെയാണ്. നമ്മളാണ് ടൈം സ്കെയിലുള്ളത്, സമയത്തിലുള്ളത്. ദൈവത്തെ സംബന്ധിച്ചോളം സമയത്തിന് പുറത്താണ് ദൈവം. അപ്പൊ യേശുക്രിസ്തു എന്ന് പറയുന്ന യേശുക്രിസ്തു മനുഷ്യാവതാരം എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് ദൈവത്തിന് അറിയാം. ദൈവത്തിന് സമയത്തിനപ്പുറത്തേക്ക് സഞ്ചരിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിവുണ്ട്. ആ പ്രതിരൂപത്തിലാണ് ആചാരം സൃഷ്ടിക്കുന്നത്. അല്ലാതെ ദൈവത്തിന്റെ ഉള്ളിൽ ഒരു യേശുക്രിസ്തു ഇല്ല. മനസ്സിലാക്കിയ പ്രത്യേകം പറയാണ്, ദൈവം ട്രിനിറ്റിയാണ്, പരിശുദ്ധത്വമാണ്. അനാദിയിലത്തെ കാര്യം പറയുന്നത്. അനാദിയിൽ വചനമാകുന്ന ദൈവമുണ്ട്. ആ വചനമാകുന്ന ദൈവത്തിന്റെ ഉള്ളിൽ മനുഷ്യനായ യേശുക്രിസ്തു ഇല്ല. എന്താ കാരണം? മനുഷ്യനായ യേശുക്രിസ്തു ആവണമെങ്കിൽ മറിയത്തിൽ നിന്ന് ഒരു ശരീരം സ്വീകരിക്കണം. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല, തൃത്വം എന്ന് പറയുന്നത് ദൈവമാണ്, മനുഷ്യനല്ല. പരിശുദ്ധ തൃത്വത്തിൽ ഒരേ ഒരു സത്തയുള്ളൂ, അത് ഡിവിനിറ്റിയാണ്, ദൈവിക ഉണ്മ. അല്ലാതെ മാനുഷിക ഉണ്മ അതിലില്ല, മിക്സർ അല്ല. അപ്പൊ ഇവര് പറയുന്നത് എന്താണെന്നറിയാമോ? കന്നുവെച്ചാൽ പറയുന്നത്, പരിശുദ്ധ തൃത്വത്തിൽ ഓൾറെഡി ഒരു മാനുഷിക സത്തയുണ്ട്. അത് പറഞ്ഞ എങ്ങനെ ശരിയാവാ? അപ്പൊ രണ്ട് സത്തയുള്ളതാണോ തൃത്വം? യേശു ക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യൻ ആദം ജനിക്കുന്നതിന് മുമ്പേ ഉണ്ട്. അപ്പൊ ആദ്യത്തെ മനുഷ്യനാരാ? ആദം ജനിക്കുന്നതിന് മുമ്പേ ഉള്ള യേശു ക്രിസ്തു. ദൈവത്തിൽ എത്ര സത്തയുണ്ട്? എന്താ പറഞ്ഞേ? ഹലോ, എന്താ പറഞ്ഞേ? ഓക്കെ, തുടരാം. അപ്പൊ
മുറിഞ്ഞുപോയാ? ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇന്നത്തെ ഓഡിയോ ഭയങ്കര ഇതായിരുന്നു, ബ്രേക്ക് ആയിരുന്നു. അയ്യോ, ജീവൻ ഓക്കെ ആണോ? ഇവിടെ ഓക്കെ ആയിരുന്നേ. റെക്കോർഡിംഗ് ഓക്കെ? ഇവിടെ ഓക്കെ ആയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ഓൾറെഡി ഒരു മനുഷ്യൻ തൃത്വത്തിൽ ഉണ്ടെങ്കിൽ, ആ പരിശുദ്ധ തൃത്വത്തിൽ ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ദൈവത്തിൽ രണ്ട് സത്തയുണ്ടെന്ന് പറയേണ്ടി വരും. അപ്പൊ തൃത്വം പൊളിയും. ഒരു സത്തയിലും മൂന്നാളത്വമാണ് തൃത്വം. അപ്പൊ രണ്ട് സത്തയിൽ മൂന്നാളത്വം ഒരു മനുഷ്യനും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ നമ്മളിത് മനസ്സിലാക്കണം. ആദം വരാനിരിക്കുന്നതിന്റെ പ്രതിരൂപം എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യനാകുവാൻ മുന്നേ കൂട്ടിയൊരു തീരുമാനമുണ്ട്. അതിനനുസരിച്ച് ആദത്തിനെ സൃഷ്ടിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ എപ്പോഴാണ് മനുഷ്യനുണ്ടാകുന്നത്? മനുഷ്യനാണെങ്കിൽ രണ്ട് ഓപ്ഷനുള്ളൂ. ഒന്നെങ്കിലും മണ്ണിൽ നിന്ന് എടുക്കണം, അല്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യനായതുപോലെ മനുഷ്യർ സ്ത്രീയിൽ നിന്ന് ജനിക്കണം. രണ്ട് ഓപ്ഷൻ മനുഷ്യ ശരീരം നമുക്ക് ഉണ്ടാകണം. അല്ലാതെ വായുവിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നൊരു മനുഷ്യനുണ്ടാവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവം തന്നോട് തന്നെ ചെയ്യുന്ന ഒരു ക്രമവിരുദ്ധമായ സംഭവമാണ്. ആദത്തെ ദൈവം സൃഷ്ടിച്ചപ്പോൾ പോലും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടാക്കുകയല്ല, മണ്ണ് കുഴച്ച് അതിൽ നിന്നാണ് ജനിപ്പിച്ചത്. അതാണ് ആദത്തെ സൃഷ്ടിക്കുന്നത്. അപ്പൊ അതേപോലെ ഒന്നെങ്കിൽ ഒരു മണ്ണ് കുഴച്ചൊരു മനുഷ്യനുണ്ടാകണം, അല്ലെങ്കിൽ എന്തുണ്ടാവണം? മനുഷ്യനിൽ നിന്ന് മനുഷ്യൻ ജനിക്കണം. അതാണ് യേശു ക്രിസ്തു പറഞ്ഞത്. അതുകൊണ്ടാണ് മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് എന്നുള്ള വസ്തുതയ്ക്ക് ഇത്ര പ്രാധാന്യം കിടക്കുന്നത് വിശ്വാസ പ്രമാണത്തിൽ. അപ്പൊ അത് ഈ പെന്തക്കോസ്ത് സെക്റ്റുകൾ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയം, ഒന്നെങ്കിൽ ഒരു പരിശുദ്ധ തൃത്വത്തിൽ ഒരു മനുഷ്യനുണ്ടെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ മനുഷ്യാവതാരം എടുത്ത ക്രിസ്തു മനുഷ്യകുലവുമായി ബന്ധമില്ലാത്തവനാണെന്ന് പറയേണ്ടി വരും. നമുക്കറിയാം, റോമാക്കാർക്ക് ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിലെ ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു എന്നാ പറയുന്നത് യേശു ക്രിസ്തുവിന്, അതായത് മറിയത്തിൽ നിന്ന് ജനിച്ചു. വലിയ പ്രധാനപ്പെട്ട പോയിന്റാണ്. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി എങ്ങനെയാ പറയുന്നത്? സ്ത്രീയുടെ സന്തതി. ഏതെന്തോട്ടത്തിലുള്ള ദൈവത്തിന്റെ വാഗ്ദാനത്തെ സ്ത്രീയിൽ നിന്ന് ജനിക്കണം. അടുത്ത വാഗ്ദാനം എന്താണ്? അബ്രാഹത്തിന്റെ സന്തതി മൂലമായി ഗ്രഹിക്കപ്പെടും. അബ്രാഹത്തിൽ നിന്ന് ജനിക്കണം. അടുത്ത വാഗ്ദാനം എന്താണ്? ദാവീദിന്റെ സന്തതിയായിരിക്കണം. ദാവീദിന്റെ സന്തതി. ഇനി ഇവിടെ പറയുകയാണ് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു, മറിയത്തിൽ നിന്ന് ജനിക്കണം. അപ്പൊ ഈ ഒരു പോയിന്റ്, ഈ പറയുന്ന ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദാനം, അത് യേശു ക്രിസ്തു നിറവേറപ്പെടണമെങ്കിൽ മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിക്കണം മനുഷ്യനാവണമെങ്കിൽ. അപ്പൊ ഈ ഒരു ഇതാണ് പരിശുദ്ധ നിയമത്തിന്റെ പ്രാധാന്യം. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ക്രിസ്റ്റോളജിയെ വെച്ച് നോക്കുമ്പോൾ മറിയത്തിന്റെ പ്രാധാന്യത. അപ്പൊ യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനായി എന്ന് പറയുമ്പോൾ അവിടെ കിടക്കുന്ന ബന്ധം ഈ പറയുന്ന രീതിയിൽ മനുഷ്യകുലവുമായി ബന്ധമുള്ള ആളായിരിക്കണം. എങ്കിലും മാത്രമേ മനുഷ്യനെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചോളൂ. യേശുക്രിസ്തു മനുഷ്യനായത് എപ്പോൾ? അത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ. യേശുക്രിസ്തു മനുഷ്യനായത് അത്യുന്നത ശക്തി പരിശുദ്ധ കന്യകാമറിയത്തിൽ ആവസിച്ചപ്പോൾ കന്യകാമറിയത്തിൽ നിന്ന് ഒരു ശരീരം സ്വീകരിച്ചു. ഇതിപ്പോ പലരും പറയാറുണ്ട്. ചില നമ്മൾ പ്രത്യേകിച്ച് സംവാദകർക്ക് ലോകത്ത് നേരിടുന്ന ഒരു വിഷയമാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൽ സ്ത്രീയുടെ അണ്ടം മാത്രമേ ഉള്ളൂ, പുരുഷന്റെ ഇതില്ലല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവ് പുരുഷന്റെ സ്പേമിന്റെ ഇതായി എന്നും അങ്ങനെയൊക്കെ ചിലര് വ്യാഖ്യാനിക്കാറുണ്ട്. തെറ്റാണത്. അങ്ങനൊന്നും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. എന്താ കാരണം? പരിശുദ്ധാത്മാവ് മനുഷ്യനോ പുരുഷനോ അല്ല. പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പരിശുദ്ധ കന്യാമറിയത്തിൽ നടക്കുമ്പോൾ പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് ഒരു ശരീരം, ഒരു കോശം സ്വീകരിക്കുന്നു. അത് ഏത് കോശമാണ് നമുക്ക് അറിഞ്ഞുകൂടാ. അത് ദൈവിക മിസ്റ്ററിയാണ്. ആ കോശമാണ് മനുഷ്യ ശരീരത്തിൽ യേശു ക്രിസ്തുവായി രൂപാന്തരപ്പെടുന്നത്. അത് സാധ്യമാണോ എന്ന് പണ്ട് കാലത്തേക്ക് ചോദിക്കുകയും സാധ്യമല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് നമുക്കറിയാം, ക്ലോണിങ്ങിൽ ഒരു സ്ത്രീ മാത്രം മതി ഭൂമിയിൽ. ക്ലോണിങ് ആ സ്ത്രീയിൽ നിന്ന് ഒരു കോശം സ്വീകരിച്ച്, ഏത് കോശമാണ് സ്വീകരിച്ചിട്ട് ഒരു മനുഷ്യ കുഞ്ഞ് ഉണ്ടാകുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഇന്ന് ശാസ്ത്രം തെളിയിച്ചുള്ള വിഷയമാണ്. പക്ഷെ സ്ത്രീയിൽ സ്ത്രീയെ ജനിക്കും, പുരുഷൻ ജനിക്കില്ല. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷെ കർത്താവ് കൂടെ, ദൈവം കൂടെ ചെയ്യുന്ന പ്രവൃത്തി ഇതാണ്.
പരിശുദ്ധാത്മാവ് മറിയത്തിൽ ആവസിക്കുമ്പോൾ മറിയത്തിൽ നിന്നൊരു ശരീരം സ്വീകരിക്കുന്നു. ആ കോശം ഡെവലപ്പ് ചെയ്ത് യേശുക്രിസ്തുവായി മനുഷ്യ ശരീരമായി കടന്നു വരികയാണ്. അതല്ലാതെ ഈ പെന്തോസ്തർ പറയുന്നത് പ്രകാരമാണ് ഓൾറെഡി അനാദിയിൽ ഒരു മനുഷ്യനുണ്ട് യേശുക്രിസ്തു. ആ മനുഷ്യൻ മറിയത്തിന്റെ ഉദരത്തിലൂടെ കടന്നു വന്ന് വെറുതെ അങ്ങനെ വാടകർഭധാരണം പോലെ പുറത്തേക്ക് വന്നു. അപ്പൊ ഇവരുടെ കൺസെപ്റ്റിന്റെ യേശുക്രിസ്തുവിന് മീശധാരിയുണ്ട്. അപ്പൊ കുഞ്ഞായിരിക്കുന്ന ഉണ്ണീശോനെ സ്വീകരിക്കാൻ ഇവർക്ക് സാധിക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും അവർ മറിയത്തിനെയും ഉണ്ണീശോനെയും എടുത്തിട്ടുള്ള ഫോട്ടോസിനെ മുഴുവൻ പരിഹസിക്കുന്നതിന് ഒരു കാരണം അവരെ സംബന്ധിച്ചോളം അവരുടെ യേശുക്രിസ്തു കുഞ്ഞായിട്ട് ഭൂമിയിൽ ജീവിച്ചിട്ടില്ല. മീശധാരിയുള്ള വലിയ ആളുടെ മാത്രം അവർക്ക് കാണാനും സങ്കല്പിക്കാനും സാധിക്കുള്ളൂ. അങ്ങനെ ഒരു പ്രോബ്ലം അവർക്കുണ്ട്. പക്ഷെ അതല്ല, യേശുക്രിസ്തു അപ്പോഴാണ് ഒരു മനുഷ്യ കുഞ്ഞായി ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് വളർന്നു വലുതായാണ് യേശുക്രിസ്തു എന്ന വ്യക്തിയായി ഭൂമിയിൽ ജീവിച്ച് മനുഷ്യന്റെ എല്ലാ നിയമങ്ങൾക്കും പാലിച്ചിട്ടാണ് കുരിശുമരണത്തിൽ പീഡകൾ സഹിച്ചാണ് ജീവിച്ച് കടന്നുപോയത്. ഓക്കെ, ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം. എപ്പോഴാണ് യേശുക്രിസ്തുവിൽ നിന്ന് ദൈവത്വം യേശുവിൽ നിന്ന് വിട്ടുപോയത്? ഓക്കെ, ഇത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് പെന്തക്കോസ്ത് ലോകത്തുള്ള ഒരു ചോദ്യം കൂടിയാണ്. നമ്മൾ ക്രിസ്ത്യോളജി ഒരു വിഷയം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. പെന്തക്കോസ്ത് ലോകം മാത്രമല്ല, പലരും ചോദിക്കാറുണ്ട് എന്റെ ദൈവം എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്ന് യേശു കുരിശിൽ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ അർത്ഥം സങ്കീർത്തനം 22-ാം അധ്യായത്തിൽ 1-ാമത്തെ വരിയാണത്. പാട്ടാണ് സങ്കീർത്തനം 22. അതാണ് അവിടെ യേശു ആലപിക്കുന്നത്. പക്ഷെ അതിന് പെന്തക്കോസ്ത് ലോകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് പറയുമ്പോൾ പല ഹെരസികളും യേശുക്രിസ്തുവിന്റെ 1-ാം നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു പകർപ്പ് വരുന്നുണ്ട്. ദത്തുപുത്രവാദം. യേശുക്രിസ്തു സ്നാപകയോഹന്നാനിൽ നിന്ന് മാമോയിസ സ്വീകരിക്കുന്ന സമയത്ത് ദൈവം അവനിൽ ഇറങ്ങി വന്നു. കുരിശിൽ കിടന്ന് ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് പെട്ടെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവനെ വിട്ടുപോയി. ഇങ്ങനെയുള്ളൊരു ഹെരസിയുണ്ട്, ദത്തുപുത്രവാദം എന്ന് പറയുന്നത്. ബൈബിൾ വെച്ച് വ്യാഖ്യാനിച്ചുണ്ടാക്കുന്ന ഒരു ഹെരസിയാണത്. അപ്പോ ഓക്കെ, ഈ ചോദ്യം ഇതാണ്, യേശുക്രിസ്തുവിൽ നിന്ന് എപ്പോഴാണ് ദൈവത്വം വിട്ടുപോയത്? ഉത്തരം ഇതാണ്, യേശുക്രിസ്തുവിൽ ദൈവത്വം ഒരിക്കലും വിട്ടുപോകുന്നില്ല. അപ്പൊ ഇങ്ങനൊരു വിഷയം വരാനുള്ള കാരണം പെന്തക്കോസ്ത് ലോകത്തുള്ള ഒരു കാര്യമാണ്. അതായത് യേശുക്രിസ്തു സ്നാപകയോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുമ്പോൾ ദൈവത്വം കടന്നു വന്നുവെന്നും ഗെത്സമനെ തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്വം അവനിൽ നിന്ന് വിട്ടുപോയി എന്നുമുള്ള ഒരു ഹെരസിയാണ് ദത്തുപുത്രവാദം. ഇങ്ങനെ ഒരു വാദം ഇന്നും പെന്തക്കോസ്ത് ലോകത്തുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഹെരസി നിലനിൽക്കുന്നത്. അതും പരിശുദ്ധ കന്യാമറിയത്തെ ഉപേക്ഷിക്കുവാൻ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഇങ്ങനൊരു വ്യാഖ്യാനം എടുക്കുക, ദൈവം കടന്നു വരുന്ന വ്യക്തി, അങ്ങനെ രീതിയിൽ യേശുക്രിസ്തുവിന് ദൈവത്വം ഇല്ല എന്ന രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വിഷയം അവതരിപ്പിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് വൺനെസ് പെന്തക്കോസ്ത് എന്ന് പറഞ്ഞൊരു ലോകത്തിൽ നിന്നാണ് സത്യവേദ പുസ്തകമൊക്കെ ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിന്റെ ദൈവമായിട്ട് നമുക്ക് ബൈബിളിലെ അവരുടെ ഇടയിൽ കാണാനേ പറ്റില്ല. അപ്പൊ ഇങ്ങനൊരു സംഭവം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഒരു വ്യാഖ്യാനം കിടക്കുന്നത്, യേശുക്രിസ്തുവിൻ ദൈവത്വം വിട്ടുപോയി എന്നുള്ള കാര്യം. പക്ഷെ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ ദൈവത്വം ഒരിക്കലും വിട്ടുപോകുന്നില്ല. ദൈവത്വം യേശുക്രിസ്തുവിന്റെ ജനന സമയത്തും യേശുക്രിസ്തുവിന്റെ ജീവിത കാലഘട്ടത്തിലും യേശുക്രിസ്തു മരിക്കുമ്പോഴും പീഡകൾ സഹിക്കുമ്പോഴും മരിക്കുമ്പോഴും യേശുക്രിസ്തുവിൽ നിന്ന് ഡിവിനിറ്റി വിട്ടുമാറുന്നേയില്ല. മരണശേഷവും വിട്ടുമാറുന്നില്ല. അതുകൊണ്ടാണ് ജനിച്ചവൻ ദൈവമാണ്, മരിച്ചവൻ ദൈവമാണ്. ദൈവം യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ മരണത്തെ ആസ്വദിച്ചു. ക്രിസ്തു മരണത്തെ ആസ്വദിച്ചു, രുചിച്ചു. ഇങ്ങനെ പറയാം, ക്രിസ്തു മരണത്തെ രുചിച്ചു, ദൈവം മരണത്തെ രുചിച്ചു. അപ്പൊ ദൈവം അമർത്തിനില്ലേ? മരിക്കില്ലല്ലോ. ദൈവം മരിക്കില്ല, മരണം അവനെ യേശുയില്ല, ശരിയാണ്. പക്ഷെ യേശുക്രിസ്തു മരിക്കുമ്പോൾ ദൈവം ആ മരണം എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കടന്നുപോയി. മരണം 2 തരത്തിലുണ്ട്. ഒന്ന് നിത്യമായ അവസാനം. മനുഷ്യനെ സംബന്ധിച്ചുള്ള മരിക്കുമ്പോൾ നിത്യമായി അവസാനിക്കുക ചെയ്യുന്നത്. ഞാൻ മരണത്തെ പറ്റി പറയുമ്പോൾ ഞാൻ കുറച്ചൊരു വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചോളം ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും ജീവിക്കുമ്പോഴും ഉയർക്കുമ്പോഴും ഒന്നും യേശുക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യനിൽ നിന്ന് ദൈവത്തിന് വിട്ടുപോകുന്നില്ല, വിട്ടുപിരിയുന്നില്ല, വേറെ പിരിയുന്നില്ല. ഇന്ന് സ്വർഗത്തിൽ നാം ദൈവത്തെ അന്വേഷിച്ചു പോയാൽ ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ആ ദൈവം മനുഷ്യനാണ്, യേശുക്രിസ്തു.
അപ്പോഴും വിട്ടുപോകുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്ന വചനം, ദൈവത്തിനും മനുഷ്യർക്കിടയിൽ ഒരേ ഒരു മധ്യസ്ഥനുള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. അവൻ ദൈവമാണ്. അപ്പൊ ദൈവത്വം ഒരിക്കൽ പോലും യേശു ക്രിസ്തുവിൽ നിന്ന് വിട്ടുമാറുന്നില്ല, വിട്ടുപിരിയുന്നില്ല. ഓക്കെ, താങ്ക് യു. അടുത്ത ചോദിച്ചു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാട്ടോ? ഈ മനുഷ്യര് വീണ് പോയപ്പോ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ദൈവം മനുഷ്യാവതാരം ചെയ്തു എന്ന് പറയാം. അപ്പോ അങ്ങനെയാണ് ഈ മാലാഖമാര് വീണ് പോയപ്പോ അവരെ രക്ഷിക്കാനായിട്ട് ദൈവം എന്താ ഒന്ന് ചെയ്യാറ്? അങ്ങനെയാണെങ്കിൽ പിന്നെ വരൂലായിരുന്നല്ലോ. ഓക്കെ, അത് എന്താ വ്യത്യാസം എന്ന് പറയുമ്പോ, മനുഷ്യന് ശരീരമുണ്ട്, മാലായിക്ക് ശരീരമില്ല. മനുഷ്യന് ശരീരമുള്ളത് കൊണ്ടാണ് മനുഷ്യനെ രക്ഷിക്കാൻ ഒരു ഓപ്ഷൻ കിടക്കുന്നത്. മാലായിക്ക് ശരീരമില്ല, അരൂപികളാണ്, അമർത്യരാണ്. അപ്പൊ പാപത്തിന്റെ ശമ്പളം എന്താ? മരണം, നാശാണ്, മരണമാണ്. ഈ മരണം എന്ന് പറയുന്ന അവസ്ഥ ദൈവം എന്ത് ചെയ്യണം? മനുഷ്യന് ഈ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഉടനെ വേഗം തന്നെ ബൈബിൾ ഇങ്ങനെ പറയുന്നത്, എന്തിനാണ് പറുദീസായിൽ നിന്ന് ദൈവം മനുഷ്യനെ പുറത്താക്കിയത്? ഉൽപ്പത്തി 3:22 പറയുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് പറയും ദൈവം മനുഷ്യനെ ആയതുകൊണ്ടൊന്ന് പുറത്താക്കി, പാപം ഏതൊരു ശിക്ഷയാണെന്ന്. അങ്ങനെയല്ല ബൈബിളിൽ പറയുന്നത്. പിന്നെന്താണ്? ഇതാ നോക്കൂ, മനുഷ്യൻ ഇതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മൾ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇനി അവൻ കൈ നീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പറിച്ചു തിന്ന് അമർത്യനാകാൻ ഇടയാകരുത്. അതുകൊണ്ട് ദൈവം അവരെ ഏതും തുടർന്ന് പുറത്താക്കി. അതായത് മനുഷ്യനൊരു ശരീരമുണ്ട്, ആത്മാവുണ്ട്. മാലായിക്ക് അരൂപി മാത്രമാണ്, ശരീരമില്ല. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലല്ല. മനുഷ്യൻ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലാണ്, അവൻ ശരീരമുണ്ട്, ആത്മാവുണ്ട്. അപ്പോൾ അവൻ അമർത്യനാകാൻ ജീവന്റെ വൃക്ഷത്തിന്റെ പഴം ഭക്ഷിച്ചാൽ അമർത്യനാകും. അപ്പൊ അമർത്യനാകാതിരിക്കേണ്ടതിന് മരണം അവന് കൊടുക്കണം. അപ്പൊ മരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താ? ശരീരത്തിന്റെ നാശം, ആത്മാവിന്റെ നാശം. അപ്പോൾ പാപത്തിന്റെ ശമ്പളമായ മരണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ കൊടുക്കണം. മാലായിക്ക് അത് തന്നെ കൊടുത്തത്. മാലായിക്ക് ആത്മാവ് മാത്രമേ ഉള്ളൂ, അതല്ലെങ്കിൽ അരൂപി മാത്രമേ ഉള്ളൂ. അപ്പോ പാപത്തിന്റെ ശമ്പളം എന്താണ്? മരണം, നാശം, ആത്മാവിന്റെ നാശം. പക്ഷെ ആത്മാവ് അമർത്യതയാണ്, മർത്യമല്ല, അമർത്യതയിലാണ്. മനുഷ്യനിൽ എങ്ങനെ ശരീരവുമുണ്ട്, ആത്മാവുണ്ട്. ആത്മാവ് അമർത്യമാണ്. ശരീരത്തെ വേണമെങ്കിൽ മർത്യമാക്കാം, നശ്വരമാക്കാം. അപ്പൊ ഉടനെ ദൈവം ചെയ്ത പ്രവൃത്തി ഏതുണ്ടെന്ന് പുറത്താക്കി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ തിരിച്ചു രക്ഷിക്കണം. രക്ഷിക്കാൻ വേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തി മരണത്തെ ശരീരത്തിൽ ഏൽപ്പിക്കണം. ശരിക്കും ദൈവം ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിത്യമായ നാശം, നിത്യനരകത്തിലേക്ക് ശരീരത്തെയും ആത്മാവിനെയും കൂടി ആദരം തള്ളണം. പക്ഷെ ജീവവൃക്ഷത്തിന്റെ പഴം ഭക്ഷിക്കാത്തത് കൊണ്ട് ഒരു ഓപ്ഷൻ, നാശം, മരണത്തിന്റെ തുല്യമായ പാപത്തിന് ശമ്പളമായ മരണം എന്ന് പറയുന്ന സഹനം ശരീരത്തിന് കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഉടനെ മനുഷ്യനെ പിടിച്ച് നശ്വരതയിലേക്ക് വീഴ്ത്തി കളഞ്ഞു ദൈവം. അത് എന്തിനാണ്? തിരിച്ച് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ മനുഷ്യനെ നരകത്തിലേക്കാണ് വീണത്. ഇപ്പൊ ഏന്തോട്ടത്തിൽ ദൈവം കൊണ്ട് ക്ഷമിക്കായിരുന്നില്ല. ക്ഷമിച്ചു കഴിഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ പരിശുദ്ധിയോടൊപ്പം മനുഷ്യന് നിൽക്കാൻ പറ്റില്ല. ഓട്ടോമാറ്റിക്കലി ദൈവത്തിൽ നകന്നു പോയി പാപത്തിന് ശമ്പളമായ നിത്യനാശം നരകത്തിലേക്ക് വന്ന് പതിക്കും. അതാണ് മാലാഖമാർക്ക് പറ്റിയത്. എന്നാൽ മനുഷ്യനെ ശരീരത്തെ ഉടനെ തന്നെ ഇതാക്കി മാറ്റി, മൃതമാക്കി മാറ്റി. ഉടനെ ഈ പാപത്തിന് ശമ്പളമായ മരണം ശരീരത്തിൽ വഹിച്ചു. ശരീരത്തിന് വഹിക്കുമ്പോൾ ആത്മാവിനെ പാതാളത്തിൽ ബന്ധിതമാക്കാനും ശരീരത്തിന് മണ്ണോട് അഴിഞ്ഞ് ഇല്ലാതെയാക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റി. അപ്പൊ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ്, സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഇടയിൽ ഒരു പിടുത്തം പിടിച്ചിട്ട് മനുഷ്യന്റെ ആത്മാവിനെയും മനുഷ്യന്റെ ശരീരത്തെയും നശിപ്പിക്കുവാൻ, നാശത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുമെന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ ദൈവം എന്ത് ചെയ്യാണ്? ഈ മണ്ണിൽ നിന്ന് ഈ അഴുകിപ്പോയ മനുഷ്യ ശരീരത്തെ യേശു ക്രിസ്തുവിന്റെ യോഗ്യതയിൽ തിരിച്ചു പിടിക്കുകയും ആത്മാവിനെ ദൈവത്തിൽ നിന്നേക്കും വിട്ടുപോയ പാതാളത്തിൽ പോയ ആത്മാവിനെ യേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ യോഗ്യതയെ തിരിച്ചു പിടിക്കുകയും ചെയ്തു. ഇതാണ് രക്ഷാകര പ്രവൃത്തി ദൈവത്തിന്റെ. മനുഷ്യൻ മർത്യനായതുകൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്യാൻ പറ്റിയത്. പക്ഷെ മാലാഖ അമർത്യമായതുകൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ മനുഷ്യൻ ഇനി എപ്പോഴാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അമർത്യയുടെ ഭക്ഷണമാണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന യോഗ്യതയോട് സ്വീകരിക്കണം, ഇല്ലെങ്കിൽ ശിക്ഷാവിധി സ്വീകരിക്കുന്നു പറയാൻ കാരണം. ചിലർ അത് കാരണം കൊണ്ട് പാപികളായി മരണത്തിന് അർഹരാകുകയും ചെയ്യണം. അപ്പൊ അത് ജീവന്റെ വൃക്ഷത്തിന്റെ പഴമാണ്. അപ്പൊ ഇതാണ് മനുഷ്യനെ രക്ഷിക്കാനുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നത്. പക്ഷെ ആത്മാവിനെ രക്ഷിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം ആത്മാവ് അമർത്യമാണ്, ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി വിട്ടുപോകുന്നു.
ആദം ഹവ്വ അമർത്യരാണെങ്കിലും മർത്യതയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ, മരണത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ, ഇങ്ങനെ നശ്വരമായ ഒരു മരണത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കാൻ സാധിക്കുമെന്നതിനാൽ അവരെ തിരിച്ചു പിടിക്കുവാനും കർത്താവിന് സാധിക്കുന്നു. അതാണ് മനുഷ്യനും മാലാഖയും നമ്മൾ വ്യത്യാസം. മനുഷ്യന് ശരീരമുണ്ട്, മാലാഖയ്ക്ക് പാപത്തിന്റെ ശമ്പളമായ സഹനം സ്വീകരിക്കുവാൻ ഒരു ശരീരമില്ല. ഹലോ ബ്രദറെ, ഞാൻ ഇന്ന് ക്ലാസ് കയറിയില്ല, കഴിഞ്ഞ തവണ ക്ലാസ് കൂടിയ ആളാ കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ക്ലാസ്സിൽ എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല? ഇപ്പൊ ക്ലാസ്സിലുണ്ടല്ലോ, കയറാൻ പറ്റില്ല. ഇന്ന് ക്ലാസ് കേട്ടില്ല. ക്ലാസ് കേൾക്കാൻ പറ്റില്ല അല്ലേ? പറഞ്ഞോളൂ, ചോദ്യം ചോദിച്ചോളൂ. ചോദ്യം, നമ്മുടെ യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണല്ലോ. അപ്പം യേശു ജനിച്ചു കഴിഞ്ഞപ്പം പൂർണ്ണ ദൈവം എന്ന് പറഞ്ഞ അനന്ത ജ്ഞാനമുള്ള ആളാണ്. ഈ അനന്ത ജ്ഞാനമുള്ള ആൾക്ക് വീണ്ടും ഈ മനുഷ്യനെ പോലെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കേണ്ട ഒന്നും കാര്യമില്ലല്ലോ. മീൻസ് ഇങ്ങനെ അവൻ സങ്കീർത്തനങ്ങൾ പഠിച്ചു ഇങ്ങനെയൊക്കെ പറയുമ്പം ഓൾറെഡി ഇതെല്ലാം അനന്ത ജ്ഞാനമുള്ള ആൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇതായിരുന്നു സംശയം. ഓക്കെ ഓക്കെ. അപ്പൊ യേശു ക്രിസ്തു പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ മനുഷ്യനാണ്. പക്ഷെ തന്നെ ശൂന്യവൽക്കരിച്ച്, ഇതാണ് കെനോസിസ് എന്ന് പറയുന്നത്. അതായത് ദൈവമാണെങ്കിലും അവൻ ദൈവമായ സമ്മാനത നേർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ഒരു മനുഷ്യനായി അവതരിച്ചു. ആണ് കെനോസിസ്. അപ്പൊ ഇവിടെ എന്താണ്? യേശുക്രിസ്തു ദൈവമായ യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ ജനിക്കുമ്പോൾ അവിടെ മുതൽ പച്ച മനുഷ്യനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെതായ യാതൊരുവിധ കഴിവുകളും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവമാണവൻ, പക്ഷെ ദൈവമായ യാതൊരു കഴിവും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല, സമ്മാനം നിലനിർത്തുന്നില്ല. സ്വയം ശൂന്യവൽക്കരിച്ച് പച്ച മനുഷ്യനായി ഭൂമിയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ യേശുക്രിസ്തു പല അത്ഭുതങ്ങളും ചെയ്യുന്നുണ്ട്. യേശുക്രിസ്തു പല വിഷൻസ് അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ സമറിയക്കാരി സ്ത്രീ അവളുടെ രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും ദൈവമായിട്ടെന്ന നിലയിലല്ല, പരിശുദ്ധാത്മാവുള്ള മനുഷ്യരൊന്നും ചെയ്യുന്നില്ല. നമ്മളിൽ പലരും സുഖപ്പെടുത്തുന്നുണ്ട്, രോഗികളെ സുഖമാക്കുന്നുണ്ട്, മരിച്ചവരെ ഉയർപ്പിക്കുന്നുണ്ട്, കൗൺസിലിങ്ങിലൊക്കെ മാനസിക രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നാം ചെയ്യുന്നില്ലേ? അപ്പൊ യേശു ക്രിസ്തു തന്റെ ജീവിത കാലഘട്ടത്തിലെ മനുഷ്യനായി ജീവിച്ച് മനുഷ്യനായി എങ്ങനെ ദൈവത്തിന്റെ മുമ്പിൽ വ്യാപരിക്കാമെന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് ജീവിച്ചു കാണിക്കുന്നത്. അപ്പൊ പഠിക്കുന്നു, ഉറങ്ങുന്നു, ഭക്ഷിക്കുന്നു, എല്ലാം യേശു ക്രിസ്തു അപ്രകാരമാണ് മുന്നോട്ട് പോയി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ദൈവിക സ്വഭാവം എടുക്കാത്തത്. ദൈവ സ്വഭാവം വേണ്ടത് സമ്മാനം നേടുന്ന കാര്യമായി പരിഗണിക്കാതെയാണ് ഇത് ചെയ്യുന്നത്. കാരണം അവിടുത്തെ കാണിച്ചു കൊടുക്കണം, ഒരു മനുഷ്യന് എങ്ങനെ ഭൂമിയിൽ ജീവിക്കാം എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് യേശു ക്രിസ്തു അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് യേശു ക്രിസ്തു പഠിക്കുന്നു, അഭ്യസിക്കുന്നു, എല്ലാം ചെയ്യണം. പക്ഷെ അവൻ ദൈവമാണെന്ന് അവൻ തെളിയിക്കുന്ന കാര്യം ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചിട്ട് പറയാന്ന് വരുന്നത്. യേശു ക്രിസ്തു ദൈവമാണെന്ന് ചോദ്യം ചോദിക്കാതെ ഞാൻ പറയാം. അത് ആരെങ്കിലും അത് ചോദ്യത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പലരുടെയും ചോദ്യമായിട്ട്. അത് വേറെ ഉത്തരമായിട്ട് ഞാൻ പറയാം. ഓക്കെ, ജോസഫ് മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ അതുകൊണ്ടാണ് യേശു ക്രിസ്തു തന്നെ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയുന്നത്. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യത്തില്, ലോകസ്ഥാപനത്തിന് മുമ്പേ എനിക്ക് അങ്ങയോട് ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കണം എന്ന് യേശു ക്രിസ്തു പറയാണ്. കാരണം ആ മഹത്വം വേണ്ടാന്ന് വെച്ചാൽ ഇറങ്ങി മനുഷ്യനെ സ്വയം ശൂന്യനാക്കി വന്നിരിക്കുകയാണ്. ഇതാ ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ ദൈവിക മഹത്വത്തിലേക്ക് തിരികെ ചെല്ലും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് അവിടെ പറയുന്നത്. ഓക്കെ. ഇനി ഒരു ചോദ്യം, യേശു ക്രിസ്തു ദൈവമാണെന്ന് എങ്ങനെ തെളിയിക്കാം? അതുകൂടി ഞാൻ പറയാം. യേശു ക്രിസ്തു ദൈവമാണ്. പലപ്പോഴും ഇസ്ലാമിസ്റ്റുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, ബൈബിളിൽ പറയുന്നുണ്ട് യേശു ക്രിസ്തു ദൈവമാണെന്ന് എന്നൊക്കെ ചോദ്യം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യം യേശു ക്രിസ്തു ദൈവമാണെന്ന് ബൈബിളിലുണ്ട്. യോഹന്നാൻ 1:18, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, ദൈവവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അപ്പോൾ ഈ ഏകജാതൻ ദൈവമാണെന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. യോഹന്നാൻ 1-ാം അധ്യായം മുഴുവൻ ഇപ്രകാരം പറയുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വചനം ദൈവമായിരുന്നു. പിന്നെന്താ 1:14, വചനം മാംസമായി നമ്മളിൽ വസിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇത് കാണാൻ സാധിക്കും. ഇനി യോഹന്നാന്റെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തില്
പുത്രന്റെ അധികാരം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ പറയുകയാണ്, പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ്. യോഹന്നാൻ 5-ാം അധ്യായം 23-ാമത്തെ വാക്യം പറയാം. വിധി മുഴുവൻ അവിടെ നിന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ എല്ലാവരും തന്നെ പുത്രനെയും ആദരിക്കുന്നതിന് വേണ്ടിയാണത്. പിതാവായ ദൈവത്തെ നമ്മൾ ആദരിക്കുന്നത് എങ്ങനെയാണ്? ആരാധന നൽകിക്കൊണ്ട്. അതുപോലെ തന്നെ പുത്രനെയും ആരാധന നൽകണം എന്ന് വസ്തുനിഷ്ഠമായി പറഞ്ഞിരിക്കുക. ഇനി 19-ാമത്തെ വാക്യം 5:19, 5-ാം അധ്യായം 19 മുതൽ 30 വരെയും ഈ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തെ പറ്റി വളരെ വ്യക്തമായി പറയുകയാണ്. പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രൻ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. എന്ന് പറയാൻ, എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് എന്താ ചെയ്യുന്നത്? സൃഷ്ടികർമ്മം നടത്തുന്നു, മറ്റു പലതും ചെയ്യുന്നു. അതെല്ലാം പുത്രനും അതുപോലെ ചെയ്യുന്നു. പിതാവ് താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്ന പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. അപ്പൊ പുത്രൻ ദൈവമല്ലേ? അപ്പൊ എന്താ അവിടെ പറയുന്നത്? പിതാവിന്റെ ഇച്ഛ തന്നെയാണ് പുത്രന്റെയും ഇച്ഛ. പിതാവ് എന്ത് ചെയ്യുന്നു അത് പുത്രനും ചെയ്യാൻ കഴിവുണ്ടെന്ന് പറയാ. അപ്പൊ ഇങ്ങനെ 5-ാം അധ്യായം 19 മുതൽ 30-ാം വാക്യം വരെ വളരെ വ്യക്തമായി പിതാവും പുത്രനും തുല്യതപ്പെടുത്തിക്കൊണ്ട് യേശുക്രിസ്തു സംസാരിക്കുന്ന രംഗം ബൈബിളിലുണ്ട്. അപ്പൊ ഇത് യേശുക്രിസ്തു ദൈവമാണെന്ന് വ്യക്തമായ തെളിവാണ്. ഇത് ബൈബിളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ 2-3 വാചകങ്ങൾ പറഞ്ഞു തന്നു. ഞാനും പിതാവും ഒന്നാണ്, ഞാൻ പിതാവിനും പിതാവ് എന്നിലും വസിക്കുന്നു, ഇതൊക്കെ യേശുക്രിസ്തു പറയുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പൊ ബൈബിളിൽ ഉണ്ടെന്ന് മനസ്സിലായി. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം പറഞ്ഞു. യേശുക്രിസ്തു സ്വയം ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതുപോലെ ഒരു ചോദ്യം. യേശുക്രിസ്തു പോലും സ്വയം ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല, പിന്നെ എന്തിനാ പറയണേ? അപ്പോൾ യേശുക്രിസ്തു സംസാരിക്കുന്ന ആരോടാണ്? യഹൂദരോടാണ്. യഹൂദരുടെ ദൈവത്തിന് ഒരു പേരുണ്ട്. ആ പേരെന്താണ്? യാഹ്വേ. യാഹ്വേ എന്ന് പറയുന്ന അർത്ഥം ഞാനാകുന്നു, ഞാൻ തന്നെ. യേശുക്രിസ്തു തന്നെ പ്രസംഗത്തിൽ പറയുന്നത് ഈ യാഹ്വേ ഞാനാകുന്നു എന്ന പ്രയോഗം, അതിന് ഏകോ എമി പ്രയോഗം എന്നാണ്. ഏകോ എമി ഞാനാകുന്നു ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ പറയുന്നത്. അതായത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാമത്തെ വാക്യം യേശുക്രിസ്തു പറയാണ്, ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പൊ എന്താണ് പറയുന്നത്? ഞാൻ തന്നെ. ഈ ഞാൻ തന്നെ എന്നുള്ള പദം എവിടെ കാണുക? പുറപ്പാട് 3:14 മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട യാഹ്വേ തന്നെ പറയുകയാണ് ഞാൻ തന്നെ. യേശുക്രിസ്തു എന്താ പറയുന്നത്? അത് ദൈവം തന്നെ ആയതുകൊണ്ട് പറയാണ് ഞാൻ തന്നെ, ഞാൻ യാഹ്വയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഞാൻ യേശുവിന്റെ പ്രസംഗം 8:28 ഇത് തന്നെയാ പറയുന്നത്. പിന്നെ അബ്രാഹത്തിന് മുമ്പ് ഏകോ എമി യേശു പറയാണ്. 58-ാമത്തെ വാക്യം സത്യസത്യമായി പറയുന്നു, അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ട്. അത് ഏകോ എമിയാണ്. ഞാൻ ഉണ്ട് എന്നുള്ളത് ഏകോ എമി. അപ്പൊ ഇങ്ങനെ യഹൂദരുമായി യേശുക്രിസ്തു തനിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ തനിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ വരുന്നവർക്കെതിരെ യേശുക്രിസ്തു പ്രയോഗിക്കുന്ന പ്രയോഗം ഞാൻ ആകുന്നു, ഞാൻ തന്നെ. അത് ഞാൻ യാഹ്വേ. അപ്പൊ യേശു ദൈവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ യാഹ്വേ അവർക്ക് ദൈവമുള്ള ഓൾറെഡി ഉള്ളതാണ്. അപ്പൊ ഞാൻ നമ്മളോട് പറയണം ഞാൻ ദൈവമാണ് എന്ന് ഞാൻ നമ്മളോട് പറഞ്ഞാൽ നിങ്ങൾ എന്ത് വിചാരിക്കുക? യേശുക്രിസ്തു ദൈവം, വേറൊരു ദൈവമായിട്ട് ഞാൻ എന്നെ തന്നെ പറയാന്ന് പറയും. അപ്പൊ ഞാൻ നമ്മളോട് പറയണം ഞാൻ യേശുക്രിസ്തു ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അപ്പൊ യേശുക്രിസ്തുവിനെ തന്നെ ഞാൻ സ്വീകരിച്ചേക്കാന്ന് പറയും. ഇതേപോലെ യേശുക്രിസ്തു പറയണം ഞാൻ യാഹ്വയാണ്. അങ്ങനെ യേശുവിന്റെ പ്രബോധനം പഴയ നിയമത്തിൽ മുഴുവൻ പ്രവാചകമായി അരുളി ചെയ്യുമ്പോൾ എങ്ങനെയാ? കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിന്റെ വചനം എന്റെ അടുക്കൽ വന്നു, കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവര് പഴയ നിയമത്തിൽ നമുക്ക് എല്ലാ പ്രവാചകന്മാരുടെയും എഴുത്തുകൾ കാണാൻ സാധിക്കുക. എന്നാൽ യേശുക്രിസ്തു പ്രബോധിപ്പിക്കുമ്പോൾ യേശുക്രിസ്തു തന്നെ പ്രസംഗത്തില് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റും? യേശുവിനെ പറയാൻ പറ്റില്ല. കാരണം ആ കർത്താവാണ് യേശുക്രിസ്തു, ദൈവമാണ് യേശുക്രിസ്തു. അപ്പൊ യേശുക്രിസ്തു തന്നെ പ്രസംഗം ആരംഭിക്കുമ്പോൾ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണെങ്കിൽ 2 കർത്താവുണ്ട്. പക്ഷെ യേശു എന്താ പറയുന്നത് അറിയാമോ? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഏത് ഞാൻ? മോശയ്ക്ക് മുൾപ്പറപ്പ് പ്രത്യക്ഷപ്പെട്ട അതേ ഞാൻ. അതാണ് യേശുവിന്റെ പ്രത്യേകത. യേശുവിന്റെ പ്രഭാഷണത്തിൽ മുഴുവൻ ഇവന് അധികാരത്തോടെ പഠിപ്പിക്കുന്നല്ലോ എന്നവർ പറയാൻ കാരണം യേശുവിന്റെ പ്രബോധനം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ചെയ്തു, കർത്താവിന്റെ വചനം എടുത്തേക്ക് വന്നു പറഞ്ഞിട്ടല്ല യേശു പറയുന്നത്. കാരണം ആ കർത്താവ് തന്നെ പ്രസംഗിക്കാൻ ആരംഭിച്ചിരിക്കുന്നത്. അതാണ് ദൈവം നമ്മോട് കൂടെ ഇമ്മാനുവേൽ,
യേശു തന്റെ പ്രബോധനം മുഴുവൻ ഇങ്ങനെ പറയുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ പിടിക്കാൻ വന്നപ്പോൾ നിങ്ങൾ ആരന്വേഷിക്കുന്നു? നസ്രായന യേശുവിനെ, അത് ഞാനാകുന്നു, ഏകോമി. ഉടനെ അവർ ബോധം കിട്ടുന്നു. 3 പ്രാവശ്യം ബോധം കിട്ടുന്നതിന് ശേഷമാണ് യേശു ക്രിസ്തു തന്നെ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടു, സ്വയം ഏൽപ്പിച്ചു കൊടുത്തു എന്ന്, മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയാൻ കാരണം. അപ്പൊ ഏകോമി പ്രയോഗം എന്ന് പറയാ തന്നെ. ഇതാണ് യേശു ക്രിസ്തുവിന്റെ പ്രബോധന രീതി. യേശു ക്രിസ്തുവിന്റെ നല്ല പ്രസംഗങ്ങളിലും എല്ലാം ഇത് കാണാം. യേശു പറയുന്നില്ലേ, വഴിയും സത്യവും ജീവനും ഏകോമി, ഞാനാകുന്നു, ഞാൻ ലോകത്തിന്റെ പ്രകാശം ആകുന്നു. ഇതൊക്കെ മോശയ്ക്ക് സീനായി മലമുകളിൽ പ്രത്യക്ഷപ്പെട്ട യാഹുവെ പറയുന്ന അതേ ഡയലോഗ്സ് ആണ് നമുക്ക് യേശു ക്രിസ്തുവിന്റെ പ്രസംഗത്തിൽ കാണാൻ സാധിക്കുക. അതായത് യേശു സ്വയമേ പറയുന്നത് ഞാൻ യാഹുവയാണ് എന്നാണ്. അതുകൊണ്ടാണ് ഫിലിപ്പോസ് പറയുന്നത്, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക. അപ്പൊ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാൻ പിതാവിന് പിതാവ് എന്നിലുമാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? കാരണം മനുഷ്യനെ ചെന്ന് മുട്ടാവുന്ന ദൈവം എന്ന് പറയുന്നത് പുത്രൻ തമ്പുരാനാണ്. പുത്രനിലൂടെ നമ്മൾ പിതാവിനെ കാണുന്നത്. പിതാവിനെ വെളിപ്പെടുത്തുന്നത് പുത്രനാണ്. അവിടെയാണ് യേശു ക്രിസ്തു സ്വയം ദൈവമെന്ന് സ്വയം വെളിപ്പെടുത്തുന്നത്. അപ്പൊ യേശു തന്നെ പ്രസംഗത്തിൽ സ്വയം ദൈവമാണെന്ന് അവകാശപ്പെടുകയാണ്, ഞാൻ യാഹുവാണെന്ന് അവകാശപ്പെടുകയാണ്. അങ്ങനെ മാത്രമല്ല, പിതാവിനെ ആദരിക്കുന്നവരെ പുത്രനെ ആദരിക്കണമെന്ന് സ്പഷ്ടമായി പറയുകയാണ്. യേശു തന്നെ പ്രസംഗത്തിൽ പറയുന്നു. പിന്നെ ബൈബിൾ എഴുത്തുകാർ യോഹന്നാൻ ശ്ലീഹ ദൈവത്തെ കണ്ടുകൊണ്ട്, യേശു ക്രിസ്തുവിനെ കണ്ട വ്യക്തി മാറോട് ചാരിക്കിടന്നവൻ പറയുന്നു ഇവൻ ദൈവമാണെന്ന്. ഓക്കെ, ഇത്രയും പോരെ യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുവാനായിട്ട്? ഓക്കെ, വേറെ ചോദ്യമുണ്ടോ? മറ്റു കാര്യം കൂട്ടിച്ചേർക്കാം. ദൈവം ചെയ്യുന്ന പ്രവൃത്തി, പിശാചിനെ പുറത്താക്കുവാൻ പിശാചിന്റെ മേൽ അധികാരമുള്ളത് ദൈവത്തിനാണ്. അതുകൊണ്ട് പിശാചിന് പാപം മോചിക്കുന്നത് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. വേറെ എവിടെയും യേശു ക്രിസ്തു പാപം മോചിക്കുന്നു. യേശു ക്രിസ്തു പിശാചിനെ പുറത്താക്കുന്നു. ബൈബിളിൽ വേറെ എവിടെയും പഴയ നിയമത്തിൽ കാണാൻ സാധിക്കില്ല. എന്നാൽ യേശുവിന് ശേഷം സാധിക്കും. അപ്പൊ യേശു പിശാചിനെ പുറത്താക്കുന്നു. അങ്ങനെ ദൈവമായ ക്രിസ്തു മനുഷ്യനായി അവതരിച്ചപ്പോൾ ദൈവികമായ പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. കാറ്റിനെയും കാട്ടിനെയും ശാന്തമാക്കുന്നു. ഇതെല്ലാം ദൈവികമായ പ്രവൃത്തിയിലൂടെയും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അത് ചെയ്യുമ്പോഴെല്ലാം മനുഷ്യന് അധികാരം കൊടുത്തുകൊണ്ട് മനുഷ്യന്റെ അധികാരമാക്കി മാറ്റിയാണ് പിന്നീട്. പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഉടനെ യേശു പറയുന്നു മനുഷ്യപുത്രന് അധികാരമുണ്ട്. പിന്നെന്താ ചെയ്യുന്നത്? ദൈവത്വം ഉള്ളവൻ മനുഷ്യപുത്രന് ഈ അധികാരം കൊടുത്തത് കൊണ്ട് മനുഷ്യപുത്രൻ സഭയ്ക്ക് നൽകുന്നു. നമുക്ക് ഈ അധികാരം കൈമാറി വരുന്നു. പ്രകൃതിമേലുള്ള അധികാരം ദൈവമായവൻ മനുഷ്യന് കൊടുത്തത് കൊണ്ട് പ്രകൃതിയുടെ മേൽ മനുഷ്യന് അധികാരം കിട്ടുന്നു. ദൈവമായവൻ മനുഷ്യന് കൊടുത്തത് കൊണ്ട് മനുഷ്യനായവൻ സഭയ്ക്ക് നൽകുന്നതോടെ പിശാചിന്റെ മേൽ അധികാരം മനുഷ്യന് ലഭിക്കുന്നു. ഇങ്ങനെ അതിന്റെ രക്ഷാകര പ്രവൃത്തി ദൈവികമായ പ്രവൃത്തിയിൽ കിടക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ബ്രദറെ, നമ്മുടെ യേശു ഉത്ഥാനം ചെയ്ത് രൂപാന്തരപ്പെട്ട സ്വർഗത്തിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിൽ രൂപാന്തരപ്പെട്ട ശരീരമുണ്ട് എന്ന് പറയുന്നുണ്ട് ഈശോയുടെ കയ്യില്. അപ്പോൾ ഞാനിത് പണ്ട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവണല്ലോ. അപ്പൊ അവിടെ സ്ത്രീത്വത്തില് അവിടെ ഒരു മാറ്റം സംഭവിച്ചില്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം. അത്രയും നേരം യേശുവിന്റെ ശരീരം ഇല്ലായിരുന്നു. അപ്പൊ ഉത്ഥാനം ചെയ്ത ശരീരമായി ദൈവത്തിലേക്ക് മനുഷ്യത്വമായിട്ട് ചെന്നപ്പോൾ അപ്പം ദൈവത്തിന് മാറ്റം വന്നില്ലേ? ഫസ്റ്റ് ചോദ്യം. ഓക്കെ, ആദ്യം പറയാം. അതായത് പരിശുദ്ധത്വം എന്താ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വൈക ദൈവം യേശു ക്രിസ്തു കടന്നു വന്നാലും അങ്ങനെ തന്നെയല്ലേ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് തൃത്വൈക ദൈവം തന്നെയാണ്. ഈ തൃത്വൈക ദൈവത്തിന് വചനമാവുന്ന ദൈവം ഒരു മനുഷ്യരീതിയും മനുഷ്യാത്മാവിനെയും ആദാനം ചെയ്തു. ആദാനം ചെയ്തു എന്നുള്ള പദവി ചെയ്തു, ആദാനം. അല്ലാതെ അതിനെ ദൈവം അങ്ങോട്ട് ഇല്ലാതെ ചെയ്യുന്നല്ല. ഞാൻ സ്വന്തമാക്കി, ഞാൻ ബൈബിൾ സ്വന്തമാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ലാതെയാവോ? മനസ്സിലായ? അപ്പൊ ഒരു മനുഷ്യനെ, മനുഷ്യ ശരീരത്തെയും മനുഷ്യാത്മാവിനെയും വചനമാകുന്ന പുത്രൻ തമ്പുരാൻ തന്നിലേക്ക് സ്വീകരിച്ചു. പക്ഷെ ദൈവവചനം ഓൾറെഡി ഉണ്ട്. ദൈവവചനം ഇപ്പോ, അതായത് നമ്മൾ ആദ്യം പറഞ്ഞത് തൃത്വം എന്ന് പറയുന്ന ക്ലാസ്സിൽ എന്റെ കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവായിരിക്കും. പുത്രൻ തമ്പുരാന്റെ പ്രത്യേകത എന്താ? ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം, അതാണ് പുത്രൻ തമ്പുരാൻ. ഇപ്പോൾ മോശയില്
മുൾപ്പടർപ്പിൽ അഗ്നിയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. അപ്പോ ആ അഗ്നിയെ വചനമാകുന്ന ദൈവം സ്വീകരിച്ചില്ലേ? അപ്പൊ ദൈവം അഗ്നിയായിട്ട് മാറിയപ്പോ അവിടെ ഒരു മാറ്റം വന്നോ? മനസ്സിലാവുന്നുണ്ടോ? അവിടെ മാറ്റം വരുമോ? അല്ല, അവിടെ അഗ്നി രൂപത്തിലേക്ക് വചനമാകുന്ന ദൈവം വന്നിരിക്കുകയാണ്. വചനത്തിന് അങ്ങനെ വളർന്നു വരാൻ പറ്റും. അത് വചനത്തിന്റെ പ്രത്യേകത. പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും വസിക്കുന്നു. എന്നിപ്പോ പരിശുദ്ധാത്മാവിന് മാറ്റം വന്നു? മാറ്റം വരുന്നില്ല. പരിശുദ്ധാത്മാവ് തന്നെയാണ്. പക്ഷെ ഒരു പ്രത്യേകതയാണ് അത്, എന്റെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. അപ്പൊ ഇതുപോലെ വചനമാകുന്ന ദൈവം അഗ്നിയിൽ പ്രത്യക്ഷപ്പെട്ടു. വചനമാകുന്ന ദൈവം അപരാധമായി ഉടമ്പടി വെക്കാൻ അഗ്നിയിൽ ഇറങ്ങി വന്നു. ദൈവം ഇറങ്ങി വന്നു മനുഷ്യനിലേക്ക്. ഈ വചനമാകുന്ന ദൈവം മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും ഇസ്രായേൽക്കാരോടൊപ്പം നടന്നു. വാഗ്ദാന പേടത്തിൽ വചനമാകുന്ന ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞു. ഇങ്ങനെ വചനമാകുന്ന ദൈവം ബൈബിളിലെ വചനങ്ങളിൽ വചനം ധരിച്ചു, എഴുത്ത് ധരിച്ചു, അക്ഷരം ധരിച്ചു. വചനമാകുന്ന ദൈവം സ്വരം ധരിച്ചു മോശയോട് സംസാരിക്കുമ്പോ. അപ്പൊ ഇതാണ് ദൈവം, മാറ്റം വരില്ല. ഇതേ വചനമാകുന്ന ദൈവം ഒരു മനുഷ്യനെ ധരിച്ചു, ആണ് യേശു ക്രിസ്തു. ആ മനുഷ്യനെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നില്ല. വചനമാകുന്ന ദൈവം മനുഷ്യനെ ആദാനം ചെയ്തു. അത് മറ്റതൊക്കെ വിട്ടുപോയി. അപ്പൊ അഗ്നിയെ വിട്ടുപോയി, അങ്ങനെ വിട്ടുപോയെങ്കിലും ഇത് വിട്ടുപോകുന്നില്ല, ഉപേക്ഷിക്കുന്നില്ല. അത് വചനമാകുന്ന ദൈവം അപ്പോഴും വചനമാകുന്ന ദൈവം തന്നെയാണ്. ഞാൻ പറഞ്ഞ ക്ലിയർ ആയി വരുന്നു? മനസ്സിലായോ? പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞപ്പോ ആ രൂപം വിട്ടുപോയി. പക്ഷെ ഇത് വിട്ടുപോയില്ല. ഇതാണ് ഉദ്ദേശിച്ചത്. അതെ, അങ്ങനെ പറയാം. അത് യേശു ക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യനെ വചനമാകുന്ന ദൈവം ഉപേക്ഷിക്കുന്നില്ല, ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടില്ല. വചനമാകുന്ന ദൈവം അത് മനുഷ്യന്മാരുടെ സ്നേഹത്തിനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അത് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിൽ ഒന്നായി തീർന്നു. അത് വചനമാകുന്ന ദൈവമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അതിലേക്കൊരു മാറ്റമില്ല. അതിലേക്ക് ഒരു മനുഷ്യനെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ഈ പരിശുദ്ധാത്മാവ് പിന്നെ എന്താ ചെയ്യുന്നത്? നമ്മുടെ ആത്മാവിനെ സ്വീകരിക്കുകയാണ്. നമ്മുടെ ആത്മാവ്, ഞാൻ എങ്ങനെ സ്വർഗത്തിൽ പോകാം? എന്റെ ശരീരം, എന്റെ ആത്മാവ് പരിശുദ്ധാത്മാവുമായി ക്ലബ് ചെയ്തിരിക്കുന്നു. വചനമാകുന്ന ദൈവത്തിലേക്കും പിതാവായ ദൈവത്തിലേക്കും. ഇങ്ങനെയാണ് സ്വർഗത്തിലെ ദൈവ മക്കളുണ്ടാകുന്നത്. ദൈവം അതാണ്. ദൈവം ഓരോ മനുഷ്യനെയും സ്നേഹത്തിൽ ഒന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. മരിച്ച സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മളെല്ലാം ദൈവത്തിലേക്ക്, ക്രിസ്തുവിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. വേണ്ട, അപ്പൊ നമ്മെ ദൈവം തന്റെ സ്നേഹത്തിലേക്ക് സ്വീകരിക്കുകയാണ്. ഇതാണ് ദൈവം. അല്ല ദൈവം ഒറ്റയ്ക്കിന് ഞാൻ മാറ്റില്ലാണ്ട് ഇങ്ങനെ ഇരുന്നോളും, ഇരുന്ന കസേരന്ന് ഞാൻ എനിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവമല്ല. അവൻ പ്രവർത്തനം നിരതനാണ്. അത് ദൈവമാണ്. ദൈവം പ്രവർത്തന നിരതനാണ്. എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തനം, ഞാനും പ്രവർത്തിക്കുന്നു. എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു? എനിക്ക് ഇഷ്ടമുള്ള പോലെ പ്രവർത്തിക്കുന്നു. മാറ്റമില്ല എന്നതിന്റെ അർത്ഥം ദൈവം തന്റെ സ്വഭാവം മാറ്റുന്നില്ല, ദൈവം തന്റെ ചിന്തകൾ മാറ്റുന്നില്ല, അല്ലെങ്കിൽ ദൈവം തന്റെ പിതാവ് നിമിഷങ്ങളും തൃത്വം എന്നുള്ളതിൽ നിന്ന് പരസ്പരം കലഹിച്ച് കഷ്ണമായിട്ട് മാറാൻ ഉദ്ദേശിക്കുന്നില്ല. മനസ്സിലായ? ദൈവമായിട്ടിരിക്കുന്നു. അത് എങ്ങനെയാണോ അങ്ങനെ തന്നെ. അപ്പൊ അതിലേക്ക് സകല മനുഷ്യരെയും ഒന്നിപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ആദ്യജാതൻ എന്ന നിലയിൽ മനുഷ്യർക്ക് ഉയർപ്പിക്കപ്പെട്ടവൻ ആദ്യജാതന യേശുക്രിസ്തു. ആ മനുഷ്യനെ യേശുക്രിസ്തുവിനെ ദൈവജനം സ്വീകരിച്ചു. പരിശുദ്ധാത്മാവ് വിട്ടുപോകുന്നില്ല. പിതാവായ ദൈവം സ്വീകരിച്ചു. പിന്നെ സംഭവിക്കുന്ന സകല മനുഷ്യരെയും സ്വീകരിക്കുകയാണ്. ഒരാളും തള്ളിക്കളയാതെ ക്രിസ്തു രക്ഷാഭാവി എല്ലാവരെയും സ്വീകരിക്കാൻ തന്നെ ദൈവം തീരുമാനിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളുള്ളിൽ നിന്ന് അറിയുന്നില്ലേ? അപ്പൊ മാറ്റമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദൈവിക സ്വഭാവത്തിനോ ദൈവിക രീതികൾക്കോ മാറ്റില്ല എന്നാണ്. അല്ലാതെ കസേരയിൽ ഇരിക്കുന്ന ദൈവം കസേരയിൽ ഇരുന്നോളണം, അത് ഇസ്ലാമിസ്റ്റ് ചിന്തയാണ്. കസേരയിൽ ഇരിക്കുന്ന ദൈവം പ്രകൃതിക്ക് അതീതനായി കസേരയിൽ കുത്തിയിരിക്കുന്നു, പിന്നെ യാതൊരു അല്ലെങ്കിൽ സ്ഥലത്തിരിക്കുന്നു, യാതൊരു മാറ്റമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ആ ഒരു കൺസെപ്റ്റ് അല്ല. ദൈവം പ്രവർത്തന നിരതനാണ്. പിന്നെ മറ്റൊരു ഈ വിഷയത്തെ സംബന്ധിച്ച് തന്നെ സാമ്പിതാക്കന്മാർ പറയുന്ന മറ്റൊരു സംഭവമാണ് ഞാൻ മുമ്പ് അവതരിപ്പിച്ചത്. അത് ടൈം എന്ന് പറയുന്ന സംഭവം നമുക്കേ ബാധകമുള്ളൂ. മനസ്സിലായി? ഇപ്പൊ ഒരു കാലഘട്ടം ആരംഭിച്ചു, മനുഷ്യൻ യേശുക്രിസ്തു ഇല്ലാത്തൊരു കാലഘട്ടം വന്നു, ഇതാ യേശുക്രിസ്തു വന്നിരിക്കുന്നു, യേശുക്രിസ്തുവിന് ഒരു കാലഘട്ടം യേശുക്രിസ്തുവിൽ വന്നിരിക്കുന്നു ചെയ്യുമ്പോൾ വരാം. അപ്പൊ യേശുക്രിസ്തു മുതൽ യേശുക്രിസ്തു വചനത്തിലായിട്ടുണ്ട്. അങ്ങനെ ടൈമിന് ലിമിറ്റ് നമുക്കുള്ളൂ, മനുഷ്യന്റെ ചരിത്രം. എന്നാൽ ദൈവത്തെ സംബന്ധിച്ച സമയത്തിന് പുറത്താണ്. അപ്പൊ ഈ 2000 വർഷം മുമ്പ് ഭൂമിയിൽ ജീവിക്കാൻ പോകുന്ന മനുഷ്യനെ വരെ യേശുക്രിസ്തു എന്ന് പറയുന്ന അല്ലെങ്കിൽ ദൈവത്തിന് അനാദിയിലെ സമയത്തിന് പുറത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നു.
അങ്ങനെ അത് ഫിലോസഫിയുടെ കുറച്ച് ബാക്ക്ഗ്രൗണ്ടിലാണ് അത് പറയണത്. അങ്ങനെ സംഭവം പറയാൻ പറ്റും. അതായത് ടൈമില്ലാത്തവന് ടൈമിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ അത് ഈസി ആയിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, അനാദിയിൽ തന്നെ അതിനെയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന സംഭവം. നമ്മൾ ബേസിക്കായിട്ട് ഇത്ര ചിന്തിച്ചാൽ മതി. വചനമാണ് പുത്രൻ തമ്പുരാൻ മാറ്റമില്ലാന്ന് ഉദ്ദേശിക്കുന്നത്. കസേര കുത്തിയിരിക്കണ മാറ്റില്ലാന്നല്ല, തന്റെ സ്വഭാവമോ തന്റെ സവിശേഷങ്ങളോ ഒന്നും മാറ്റം ഉദ്ദേശിക്കുന്നില്ല. ഓൾറെഡി ദൈവം എങ്ങനെയാണോ അങ്ങനെ തന്നെ പോകുന്നത്. ദൈവവചനത്തിന്റെ പ്രവൃത്തികൾ ഇങ്ങനെ തന്നെയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി പോലെ തന്നെയാണ്. പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയിലും വന്ന് പറയുന്നു, ആ വ്യക്തി വിട്ടുപോകുന്നു, എല്ലാവരിലും ഒരുമിച്ച് വസിക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. മരിച്ചു കഴിഞ്ഞ വ്യക്തികളെ പരിശുദ്ധാത്മാവ് തന്നോട് ചേർക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് ദൈവം. ഒരു മിനിറ്റ്, വിജയം ആളുടെ ചോദ്യം കഴിഞ്ഞിട്ട് മതിയില്ലേ? അല്ല, ഞാൻ ഇതിനോടനുബന്ധിച്ചുള്ള കാര്യം തന്നെയാണ് ചോദിച്ചത്. ഇപ്പൊ ബ്രദർ പറഞ്ഞല്ലോ, അപ്പൊ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പൊ വിശുദ്ധരുടെ ആത്മാവൊക്കെ സ്വർഗത്തിൽ എടുക്കപ്പെടാനുണ്ടല്ലോ, സ്വർഗത്തിലോട്ട് ചലിച്ചെന്നില്ലാത്തതുണ്ട്. അപ്പൊ ഈ ക്രിസ്തുവിന്റെ മനുഷ്യാത്മാവും ഈ വിശുദ്ധരുടെ ആത്മാവും ഒക്കെ ഒരേ ഇതായിരിക്കുമോ? അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവിന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സവിശേഷതകൾ ഉണ്ടാവുമോ? ഈ ക്രിസ്തുവിന്റെ ആത്മാവിനെ ദൈവവചനം വിട്ടുപിരിയുന്നില്ല. പുത്രൻ തമ്പുരാൻ വിട്ടുപിരിയുന്നില്ല. എന്നാൽ വിശുദ്ധരുടെ ആത്മാവ് പരിശുദ്ധാത്മാവിലാണ് ഒന്നായിരിക്കുന്നത്. മനസ്സിലായി? ഇപ്പൊ ഞാൻ സ്വർഗത്തിൽ പോകുമ്പോ എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. പരിശുദ്ധാത്മാവും ദൈവവുമായുള്ള ബന്ധത്തിലാണ്. ദൈവത്തിലെ പരിശുദ്ധാത്മാവും ഞാനും തമ്മിലാണ് ലയിച്ചിട്ട്. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ സഹവാസം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് എന്നിൽ സഹവസിക്കുന്നു. ഇപ്പൊ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശരീരമില്ല, എന്റെ ആത്മാവും പരിശുദ്ധാത്മാവും സഹവസിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിൽ യേശു ക്രിസ്തു കടന്നു വരുന്നു. അപ്പൊ എന്റെ ശരീരം യേശു ക്രിസ്തു ആയിരിക്കും മാറും. യേശു ക്രിസ്തു ശരീരത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നത്. അതിപ്പോൾ തന്നെ മാമോസിൽ തന്നെ നമ്മൾ നിഗൂഢമായി സ്ഥിതി ചെയ്യാൻ തുടങ്ങി യേശു ക്രിസ്തുവിൽ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ പുത്രൻ തമ്പുരാനിലെ ആത്മാവില് ദൈവവചനം ആവസിക്കുന്നുണ്ട്. പുത്രൻ തമ്പുരാൻ ആവസിക്കുന്നുണ്ട്. എന്റെ ആത്മാവില് ദൈവവചനം എന്ന നിലയിൽ രണ്ടാമത്തെ ഹൈപ്പോസ്റ്റാസിൽ ആവസിക്കുന്നില്ല. അത് വിശുദ്ധ കുർബാനയിലൂടെ ക്രിസ്തു വസിക്കുന്നുണ്ട്, അത് വേറെ വിഷയം. പക്ഷെ ഈ ട്രിനിറ്റിയിലെ രണ്ടാമത്തെ പുത്രൻ തമ്പുരാൻ യേശു ക്രിസ്തു എന്ന മനുഷ്യാത്മാവുമായി വിഭജിക്കാനാവാത്ത വണ്ണം ആവസിച്ചിരിക്കുകയാണ്. എന്നിൽ അങ്ങനെയില്ലല്ലോ. നമുക്ക് പരിശുദ്ധാത്മാവ് മാത്രം നമ്മൾ ആവസിക്കുന്നു. നമ്മൾ പുത്രൻ തമ്പുരാൻ ആവസിക്കുന്നില്ല. നമ്മൾ പുത്രൻ തമ്പുരാൻ, നമ്മൾ യേശു ക്രിസ്തു ആവുന്നില്ല. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യമാണ്, നമ്മൾ കുർബാനയിൽ ആവസിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് പുത്രൻ തമ്പുരാനാണോ അല്ലെങ്കിൽ മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ അങ്ങനെയാണോ? അങ്ങനെ വിഭജിക്കാൻ പറ്റില്ല. യേശു ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുത്രൻ തമ്പുരാനാണോ മനുഷ്യനാണോ എന്ന തരത്തിൽ വിഭജിക്കാൻ പറ്റില്ല. അതിന് പറയുന്ന പേരാണ് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. അതിന് മുമ്പ് പറഞ്ഞല്ലോ, ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോഴും വിഭജിക്കാൻ പറ്റാന്നല്ലേ പറഞ്ഞത്. മനുഷ്യാത്മാവിൽ യേശു ക്രിസ്തു ദൈവവചനം വസിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഒരിക്കലും പുത്രന്റെ ആത്മാവാണോ വിശുദ്ധ കുർബാന വരുന്നത് അതോ മനുഷ്യാത്മാവാണോ വരുന്നത് അങ്ങനെ വിഭജിക്കാൻ പറ്റില്ല. യേശുക്രിസ്തു കടന്നു വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ മാതാവിൽ നിന്ന് ജനിച്ചത് ക്രിസ്തു മാതാവാണോ ദൈവമാതാവാണോ മനുഷ്യനാണോ ദൈവമാണോ അങ്ങനെ വിഭജിച്ച് ചോദിക്കുക. ആ ചോദ്യത്തിന് ഉത്തരത്തിൽ പ്രസക്തി ഇല്ല. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിലാണ് എന്ന് സിറിൽ ഓഫ് അലക്സാണ്ട്രിയ പറഞ്ഞ കാരണം അതാണ്. അപ്പൊ നമ്മള് ഇനി യേശുക്രിസ്തുവിൽ എന്താ, യേശുക്രിസ്തുവിന് ഇപ്പൊ 4 ശരീരമുണ്ട്. ഒന്നാമത് യേശുക്രിസ്തു മനുഷ്യനായി ജനിച്ചപ്പോൾ ശരീരം. 2, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ ശരീരം രൂപാന്തരപ്പെട്ടു, സ്വർഗീയ ശരീരമാക്കി മാറ്റപ്പെട്ടു. 3-മത് സഭയാകുന്ന മൗദ്രിക ശരീരം. 4-മത് വിശുദ്ധ കുർബാനയിൽ അപ്പമായി മാറുന്ന ശരീരം. അവൻ ദൈവമായതുകൊണ്ടാണ് ഈ 4ലും പ്രസന്റ് ആവുന്നത്. അപ്പത്തെ സ്വീകരിക്കുന്നത്, അപ്പമായി മാറുന്നുണ്ട്. കുരിശുമരണത്തിന്റെ യോഗ്യതയാണത്. അപ്പൊ അപ്പമായി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് പെന്തക്കോസ്തായുടെ ആഘോഷമാണ്. പരിശുദ്ധാത്മാവ് നമ്മൾ സ്വീകരിക്കുന്ന ആഘോഷമാണ്. വിശുദ്ധ കുർബാന സ്വീകരണം പെന്തക്കോസ്തായുടെ ആഘോഷമാണ്. ആ ശരീരരക്തങ്ങൾ ക്രിസ്തു, യേശു ക്രിസ്തു പൂർണ്ണമായും സത്യമായും യഥാർത്ഥമായും സത്താപരമായും യേശു ക്രിസ്തു മുഴുവൻ തന്നെയാണ്. അപ്പൊ എത്ര യേശു ക്രിസ്തു ഉണ്ട്? ഓരോ അപ്പവും ഓരോ യേശു ക്രിസ്തു തന്നെയാണ്. അതെങ്ങനെ സംഭവിച്ചു? കുരിശു മരണത്താൽ വിഭജിക്കപ്പെട്ടപ്പോൾ ഏകനായ ദൈവം അനേകരിൽ വസിക്കാൻ അനേകമാക്കപ്പെട്ടു. ഇത് ദൈവിക പ്രവൃത്തിയാണ്, വേറെ മിസ്റ്ററി. അങ്ങനെയാണ് ഓരോ വ്യക്തിയിലുള്ള. എന്റെ ഉള്ളിലും ദൈവാത്മാവ് വസിക്കുന്നു, എന്റെ ഉള്ളിൽ യേശു ക്രിസ്തു വസിക്കുന്നു, നിങ്ങളിലും വസിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തു തന്റെ മനുഷ്യ ശരീരത്തോടുകൂടി
പിതാവിന് വലത് ഭാഗത്ത് ഭൂഷണായിരിക്കുന്നു സ്വർഗത്തില്. അപ്പൊ നമ്മളിൽ വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ വസിക്കുന്നു, നമ്മൾ നിഗൂഢമായി യേശുക്രിസ്തു ചെയ്യുന്നു. ആ ഒരു മിസ്റ്ററി ഉണ്ട്. അതാണ് സ്വർഗീയ രഹസ്യം. ബ്രദർ, ഈ യാക്കോബായക്കാരുടെ മോണോഫൈറ്റീസവും നമ്മുടെ മിയാഫൈറ്റീസവും ഇങ്ങനെ പെട്ടെന്ന് ഒറ്റയടിക്ക് ഇങ്ങനെ പറയാൻ പറ്റുക? എന്താ അവർ ഈ മോണോഫൈറ്റിസം കൊണ്ട് ഉദ്ദേശിക്കണത്? ഇപ്പൊ തന്നെ ബ്രദർ പറഞ്ഞു അതിനെ വേർതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മളും അവരും പറഞ്ഞു ഒന്നല്ലേ? അല്ല, സ്റ്റാസിസ് ആണ്, സ്റ്റാസിസ്. അതായത് യേശുക്രിസ്തുവിൽ മോണോഫൈറ്റിസം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ ദൈവത്വം മാത്രമേ ഉള്ളൂ, മനുഷ്യത്വം ഇല്ല എന്നാ പറയുന്നത്. മനുഷ്യനല്ല യേശുക്രിസ്തു, ദൈവം മാത്രമാണ്. അപ്പൊ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന യേശുക്രിസ്തു ദൈവമാണ്, മനുഷ്യനല്ല. ഞാനെന്താ നേരത്തെ പറഞ്ഞത്? യേശുക്രിസ്തു ഭൂമിയിൽ പൂർണ്ണ മനുഷ്യനാണ്, ആ മനുഷ്യൻ ദൈവമാണ് എന്താ ഞാൻ പറഞ്ഞത്. അവര് പറയുന്നത് അങ്ങനെയല്ല, അവര് പറയുന്നതല്ല, അവര് മിയോഫൈറ്റിസം പറയുന്നത്. അവര് പറയുന്നത്, മോണോഫൈറ്റിസുകാരും പറയുന്നത് ഇപ്രകാരമാണ്. മോണോഫൈറ്റിസത്തില് മനുഷ്യനില്ല, മനുഷ്യന്റെ രൂപത്തിൽ കാണപ്പെടുന്നേ ഉള്ളൂ, മനുഷ്യനെ പോലെ നടക്കുന്നേ ഉള്ളൂ, പക്ഷെ അവൻ ദൈവമാണ്, മനുഷ്യനല്ല. അങ്ങനെ പറയുന്നതാണ് മോണോഫൈറ്റിസം. ഇനി മിയോഫൈറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകേച്ഛവാദം. അത് പറയുന്ന പ്രകാരമാണ്, യേശുക്രിസ്തുവിൽ ദൈവത്തിന്റെ ഇച്ഛ മാത്രമേ ഉള്ളൂ. മനുഷ്യ ശരീരമാണ്, മനുഷ്യാത്മാവാണ്, പക്ഷെ മനുഷ്യന്റെ ഇച്ഛയില്ല. യേശുക്രിസ്തുവിന് സ്വന്തമായി മനുഷ്യൻ എന്ന നിലയിൽ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല. അതുകൊണ്ട് യേശുക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യന്റെ ഇച്ഛ ദൈവത്തിന്റെ ഇച്ഛയിൽ ലയിച്ചു പോയി. അതുകൊണ്ട് കുരിശുമരണം വരുമ്പോൾ പുത്രൻ തമ്പുരാനെ ഓടിപ്പോകാൻ പറ്റില്ല. ദൈവത്തിന്റെ ഇച്ഛ മാത്രമേ ഉള്ളൂ, മനുഷ്യന്റെ ഇച്ഛയില്ല. അതുകൊണ്ട് ദൈവം എന്താണ് പറയുന്നത്, അതിലേക്ക് മനുഷ്യൻ അടിമയെ പോലെ പോകേണ്ടി വരികയാണ്. വേറെ ഇച്ഛയില്ല, ചിന്തിക്കാൻ വേറെ വകുപ്പില്ല. ഈ കുരിശുമരണത്തിന് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോ എന്താണ്, അവിടെ വചനം തന്നെ കിടക്കുക, എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറയുമ്പോൾ അവിടെ ഇച്ഛ ഉണ്ട്, മനുഷ്യനായി ഒരു ഹിതമുണ്ട് എന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുക. മനസ്സിലായ? പക്ഷെ മിയോഫൈറ്റിസം എന്ന് പറയുമ്പോൾ അതിനെയാണ് അവർ പറയുന്നത്, അല്ല യേശുക്രിസ്തുവിൽ ഇച്ഛയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വചനവിരുദ്ധമായ ദൈവം പറയുന്ന ദൈവത്തിന്റെ ഇച്ഛ എന്താണ്, അത് മനുഷ്യനെ യേശുക്രിസ്തു ചെയ്തോളണം എന്നുള്ള പോലെ പറയുക. അങ്ങനെയല്ല, മനുഷ്യന്റെ ഇച്ഛ ദൈവത്തിന്റെ ഇച്ഛയോട് യെസ് ലോർഡ് എന്ന് പറഞ്ഞ് അനുസരണം കാണിക്കുന്നിടത്താണ് രക്ഷ കടന്നു വരുന്നത്. അപ്പൊ അവര് പറയുന്നത് അനുസരണം കാണിച്ചേ തീരൂ, അല്ലാണ്ട് യേശുക്രിസ്തുവിന് വേറെ നിർവാഹമില്ല എന്നാണ്. പക്ഷെ നമ്മൾ അങ്ങനെയില്ല, രണ്ട് ഇച്ഛയായിട്ട് നിൽക്കുന്നുണ്ട്, അനുസരണം കാണിക്കുന്നു. ക്ലിയർ ആയോ? സത്യത്തിൽ ഈ മോണോഫൈറ്റിസം വിശ്വസിക്കുന്ന ഒരു സഭ ഈ ഭൂമിയിൽ ഇല്ല ഇപ്പൊ നിലവില്. മോണോഫൈറ്റിസം വിശ്വസിക്കുന്ന പെന്തോസുകാരുണ്ട്. അവര് യേശുക്രിസ്തുവിന്റെ ദൈവത്വം മാത്രം പറയുന്ന യേശുനാമക്കാരില്ലേ, യേശുനാമക്കാരെന്ന് പറയുന്ന ഈ പെന്തോസുകാര്, അവർക്ക് സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിനെ മനുഷ്യനായി ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന യേശുക്രിസ്തു ദൈവമാണ്, ആ രീതിയിലാണ്. എന്നുവെച്ചാൽ പെന്തോസുകാർ യേശുക്രിസ്തു മനുഷ്യൻ മാത്രമാണ്, ദൈവമല്ല, ദൈവം തന്നെ തന്നെ ശൂന്യമാക്കി ആക്കി എന്ന് പറയുമ്പോൾ ദൈവം ഇല്ലാതെയായി എന്ന് പറയുന്ന ആൾക്കാരും പെന്തോസുകാരില്. അതാണ് വർഗീസ് സാമുൽ പാസ്റ്ററൊക്കെ പറഞ്ഞത്, കുരിശി കിടക്കുന്ന യേശുക്രിസ്തു ഒരു മനുഷ്യൻ മാത്രമാണ്, ദൈവമല്ല എന്നത്. ഇതിന് മുസ്ലിംസും പറയണത്. എന്നാൽ ചിലർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തു പൂർണ്ണ ദൈവമാണ്, മനുഷ്യനല്ല, മനുഷ്യനെ പോലുള്ള ചീള് കേസൊന്നും ദൈവത്തിൽ കയറി ചെല്ലില്ല എന്നില്ല, മറിയത്തൊന്നും ശരിക്കും സ്വീകരിക്കുന്നില്ല. രണ്ടെല്ലാം പറയുന്ന കാര്യത. അപ്പോ അതാണ് ഈ വിഷയം വരുന്നത്. അപ്പൊ പെന്തോസ് ചില വിഭാഗക്കാര് ഈ രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ താൻ ദൈവമാണെന്ന് അറിയാമായിരുന്നോ? തീർച്ചയായും യേശുക്രിസ്തു അറിയാലോ. യേശുക്രിസ്തു ദൈവമാണെന്ന് യേശുക്രിസ്തുവിന് എന്താ അറിയാതിരിക്കാൻ? അവൻ ദൈവമായെന്ന് വ്യക്തമായിട്ട് യേശുക്രിസ്തുവിന് അറിയാം. അറിഞ്ഞുകൊണ്ടാണ് തന്നെ ശൂന്യവൽക്കരിക്കുന്നത്, അറിയാതെയല്ല. എന്താണ് ചോദിക്കും പ്രസക്തി എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിക്കാൻ കാര്യം ഇപ്പോൾ സഭയ്ക്കുള്ളിൽ പുറപ്പെടുന്ന ഇങ്ങനെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് പറയാൻ കാര്യം. യേശുക്രിസ്തു ദൈവമായിരുന്നുവെന്ന് മനുഷ്യനായ യേശുക്രിസ്തുവിന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു ടോക്ക് സഭയ്ക്കുള്ളിൽ നിന്ന് പുറത്തു വന്നു. അപ്പം ഞാനൊന്നും അതിനെ എതിർത്തു. പക്ഷെ അതാണ് ഞാൻ ചോദിക്കാൻ കാര്യം. അത് യേശുക്രിസ്തു ദൈവമായിരുന്നുവെന്ന് മനുഷ്യനായ യേശുക്രിസ്തുവിന് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞത്.
അയ്യോ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം അറിയോ? മനുഷ്യന്റെ യേശുക്രിസ്തു സ്വയം ദൈവമാണെന്ന് അറിയില്ലെങ്കിൽ എങ്ങനെ ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കും? യേശുക്രിസ്തു തന്റെ കുട്ടിക്കാലത്ത് തന്നെ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് കാണാതെ പോകുമ്പോ എന്ന് പറയുന്ന ഡയലോഗ് എന്താണെന്നറിയാമോ? മറിയത്തോട് പറയുന്നത് എന്താണ്? ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടവനല്ലേ? കാരണം യേശുവിനെ അപ്പോഴേ അറിയാം, ഒരു ബാലനായി യേശുവിനെ അറിയാം. പിതാവിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പിതാവ് എന്ന് ഉദ്ദേശിക്കുന്നത് ആബ. ആബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ വീട്ടില് പപ്പ എന്ന് വിളിക്കില്ലേ, നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ അപ്പ എന്നൊക്കെ വിളിക്കില്ലേ, അതേപോലെ യഹൂദന്മാര് സ്വന്തം അപ്പനെ അപ്പ എന്ന് വിളിക്കുന്നത് പോലെ പുത്രൻ തമ്പുരാൻ പിതാവായ ദൈവത്തെ ആബ എന്ന് വിളിക്കുകയാണ്. ഞാൻ ഈ ലോകത്തുള്ളവനല്ല, എന്റെ പിതാവ് അപ്പുറത്തുണ്ട്, ആ പിതാവാണ് എന്റെ അപ്പൻ, ആ പിതാവിന്റെ കാര്യങ്ങൾ ഞാൻ വ്യാപൃതനാകേണ്ടവനാണ്, അല്ലാതെ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി നടന്നാൽ പോരാ എന്ന് എപ്പോ പറയാണ്? 12-ാം വയസ്സിൽ യേശുക്രിസ്തുവിനെ കാണാതെ പോകുന്ന സമയത്ത്. 12-ാം വയസ്സിലാണല്ലോ ഓൾറെഡി നമുക്കൊരു ബുദ്ധിബോധം വയ്ക്കുന്നത് മനുഷ്യനെന്ന നിലയിൽ. ഈ മനുഷ്യനാവുന്ന അവസ്ഥയിൽ പോലും ഈ 12-ാം വയസ്സിൽ വളരെ വ്യക്തമായി യേശുക്രിസ്തുവിനെ തന്നെ കുറിച്ച് താൻ സ്വർഗീയ പിതാവിന്റെ പുത്രനായ നിത്യപുത്രനാണ് എന്ന വസ്തുത, നിത്യപുത്രൻ ആണ്, നിത്യപുത്രൻ എന്നാണ് പറയാം, ആണെന്നുള്ള വസ്തുത യേശുവിനെ അറിയാം എന്നത് കാണിക്കാൻ തന്നെയാണ് ലൂക്കാട് വിശ്വസിലെ 12 വയസ്സിൽ കാണാതെ പോയ കാര്യം പറയുന്നത്. പിന്നെ യേശുവിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആ ഒരു ബന്ധം മനുഷ്യനെ മാറ്റിരുത്തി. മനുഷ്യനും ദൈവവും പോലെ അപ്പനും മോനും കളിയല്ല, ഞാനും എന്റെ പിതാവും തമ്മിലുള്ള ബന്ധം എന്ന രീതിയിൽ യേശു വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവേ എന്ന് യേശു പറയുന്നില്ല. ഞങ്ങളുടെ പിതാവേ എന്ന് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് അവരോട് പറയാം. എന്താ കാരണം? നമ്മുടെ പിതാവേ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു അവരെ പോലെ ഒരു മനുഷ്യനാണ് എന്നുള്ള ധാരണ വരും. പക്ഷെ യേശുവിന് വ്യക്തമായിട്ട് അറിയാം താൻ ഈ ഭൂമിയുടേതല്ല, സ്വർഗത്തിൻ്റെതാണ് എന്നുള്ള കാര്യം യേശുവിന് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് ഞങ്ങളുടെ പിതാവേ, നമ്മുടെ പിതാവേ എന്ന് യേശു പറയുന്നില്ല. ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഇത് തന്നെയാ, എന്റെ പിതാവും നിങ്ങളുടെ പിതാവും, എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും. സെപ്പറേറ്റ് ചെയ്ത് പറയാ. ദൈവവും പിതാവായ ദൈവവും പുത്രനായ ദൈവവും തമ്മിലുള്ള ആ ബന്ധം മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം പോലെയല്ല. ഞാൻ നിത്യപിതാവും നിത്യപുത്രനുമാണ്. യേശുവിന്റെ ജീവിതകാലത്തിൽ യോഹന്നാൻ 17:3 എന്താ പറയുന്നത്? ഏകദൈവമായ അവിടുത്തെയും അവിടെ നയിച്ച പുത്രനായ യേശുക്രിസ്തുവിനെയും അറിയുക എന്ന നിത്യജീവൻ. ലോകസ്ഥാപനത്തിന് മുമ്പേ എനിക്ക് നിന്നോടുകൂടിയായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ തിരികെ പ്രവേശിപ്പിക്കണം. യേശുവിന് വളരെ വ്യക്തമായി തന്റെ ജീവിത കാലഘട്ടത്തിൽ അറിയാം, അത് 12-ാം വയസ്സിലറിയാം. അതിനുള്ള തെളിവാണ് മറിയത്തോട് പറയുന്നത്, ഞാൻ എന്റെ പിതാവിന്റെ കാര്യം വ്യാപൃതനാകേണ്ടവനല്ലേ? ആ ചോദ്യത്തിന് ഉത്തരം നീ എന്തുകൊണ്ട് എന്നെ വിട്ടുപോയെന്ന് ചോദിച്ചപ്പോ പറയുന്നത്, എനിക്കൊരു അപ്പനുണ്ട് വേറെ, സ്വർഗീയ പിതാവ്, അത് എന്റെ അപ്പനാണ്, ആബയാണ്. ആ പിതാവുമായുള്ള ജീവിതത്തിലേക്ക് ചെയ്യേണ്ടതായിട്ട് ഉത്തരവാദിത്തമുണ്ട് എന്ന് മറിയത്തോട് പറയാണ്. അപ്പൊ ജീവിതത്തിലെ യേശു ദൈവമായതുകൊണ്ട് തന്നെ യേശു വളരെ കുഞ്ഞിൽ തന്നെ ഇത് വ്യക്തമായി താൻ ഈ ഭൂമിയുടെ എല്ലാ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് എന്നുള്ള കാര്യം വ്യക്തമായി അറിയാം എന്നുള്ളതാണ് യേശുവിന്റെ ആ വാക്കിൽ തന്നെ പിതാവിനെ സെപ്പറേറ്റ് ചെയ്ത്, മനുഷ്യർ പറയുന്നത് പോലെ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് പറയാനുള്ള കാരണം. ഓക്കെ, കറക്റ്റ്. ബ്രദർ പറഞ്ഞ കറക്റ്റാണ്, ഫുള്ള് യോജിക്കുന്നു. മാത്രമല്ല ബൈബിളിലെ വചനങ്ങൾ കംപ്ലീറ്റും അതിനെ സ്ഥിരീകരിക്കുന്ന വചനങ്ങളാണ് ഈശോ പറഞ്ഞത് മുഴുവൻ തന്നെ. ഓക്കെ, താങ്ക് യു ബ്രദർ. ഓക്കെ.